ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞത് സിംഗിൾ ഫേസ് മോട്ടോഴ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നോക്കി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, അതായത് സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ, റെസിസ്റ്റൻസ് സ്റ്റാർട്ട് മോട്ടോർ, അതുപോലെ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടോർ, കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റണ്ണ്, പെർമനൻറ്റ് കപ്പാസിറ്റർ മോട്ടോർ, ഷെയ്ഡഡ് പോൾ മോട്ടോഴ്സ്. ഇത്രയും മോട്ടോഴ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് അണ്ടറിൽ വരുന്ന മോട്ടോഴ്സാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും കൊണ്ട് നമ്മൾ കുറച്ച് സിംഗിൾ ഫേസ് മോട്ടോഴ്സ്, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ ഫേസ് മോട്ടോഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുക. നാളത്തെ ഒരു ക്ലാസ്സോടുകൂടി ഇൻഡക്ഷൻ മോട്ടോഴ്സ്, നമ്മൾ മെഷീൻസിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നാളെ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ സിംഗിൾ ഫേസ് മോട്ടോഴ്സിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 3 ടൈപ്പ് മോട്ടോഴ്സാണ്. ഒന്ന് റിപ്പൾഷൻ മോട്ടർ, രണ്ടാമത്തെ റിലക്റ്റൻസ് മോട്ടർ, മൂന്നാമത്തത് ഹിസ്റ്ററിസിസ് മോട്ടർ. അപ്പോൾ നാളത്തെ ക്ലാസ് നമുക്ക് യൂണിവേഴ്സൽ ഉണ്ട്, AC സീരീസ് മോട്ടർ ഉണ്ട്, പിന്നെ അതേപോലെ സ്റ്റെപ്പർ മോട്ടർ. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഫസ്റ്റത്തെ മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പൾഷൻ മോട്ടർ. അപ്പോൾ എന്താണ് റിപ്പൾഷൻ മോട്ടർ, എന്താണ് എൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന ചേഞ്ചസ്, എന്താണ് അതിൻ്റെ വർക്കിംഗ്, അഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ സിംഗിൾ ഫേസ് റിപ്പൾഷൻ മോട്ടോർ. സിംഗിൾ ഫേസ് റിപ്പൾഷൻ മോട്ടറിന് കൺസ്ട്രക്ഷനിൽ നമ്മൾ പറയുന്നത് മെയിനായിട്ട് ഏത് മോട്ടോർ എടുത്താലും മെയിനായിട്ട് 2 പാർട്സ് ആണ് ഉണ്ടാവുക. ഒന്ന് സ്റ്റേറ്ററും അതേപോലെ റോട്ടറും. ഓക്കെ, ഇപ്പോൾ റോട്ടറിന് എന്താണ്? ദ ഫീൽഡ് ഓഫ് സ്റ്റേറ്റർ വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഡയറക്ട്ലി ടു എ സിംഗിൾ ഫേസ് സോഴ്സ്. നോർമലി ഉള്ള മോട്ടറിന് പോലെ തന്നെ നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ് എന്തിൽ കൊടുക്കും? സിംഗിൾ ഫേസ് AC സപ്ലൈയിലേക്ക് എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദ ആർമേച്ചർ ഓഫ് ദ റോട്ടർ ഈസ് സിമിലർ ടു എ DC മോട്ടോർ ആർമേച്ചർ. ഓക്കെ, അത് റിപ്പൾഷൻ മോട്ടറിൻ്റെ ആർമേച്ചർ എന്ന് പറയുന്നത് ഒരു സാധാരണ DC മോട്ടറിൻ്റെ ആർമേച്ചർ തന്നെയാണ്. വിത്ത് ഡ്രം ടൈപ്പ് വൈൻഡിങ് കണക്റ്റഡ് ടു എ കമ്മ്യൂട്ടേറ്റർ. ആ വൈൻഡിങ്സ് ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂട്ടേറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദ ബ്രഷസ് ആർ നോട്ട് കണക്റ്റഡ് ടു ദ സപ്ലൈ, ഓക്കെ, ബട്ട് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ഓർ ഷോർട്ട് സർക്യൂട്ടഡ്. അതാണ് എൻ്റെ മെയിൻ കൺസ്ട്രക്ഷണൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സാധാരണ DC മോട്ടർ ആണെങ്കിൽ നമ്മൾ ബ്രഷസ് വഴിയാണ് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ റിപ്പൾഷൻ മോട്ടർ ആണെങ്കിൽ എന്താ ചെയ്തില്ല? ദ ബ്രഷസ് ആർ നോട്ട് കണക്റ്റഡ് ടു ദ സപ്ലൈ ബട്ട് ആർ കണക്റ്റഡ് ഈച്ച് അതർ ഓർ ഷോർട്ട് സർക്യൂട്ടഡ്. പരസ്പരം എല്ലാ ബ്രഷസിൻ്റെയും കമ്മ്യൂട്ടേറ്റർ ബ്രഷസ് അറേഞ്ച്മെൻറ്റ് പരസ്പരം എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് റിപ്പൾഷൻ മോട്ടർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നോർമൽ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ മെയിൻ ഡിഫിക്കൽട്ടി എന്തായിരുന്നു? സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്തായിരുന്നു? കുറവായിരുന്നു. കാരണം നമുക്കറിയാം ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? സൈൻ ആൽഫ ആയിരുന്നു. ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ആൽഫ. അപ്പോൾ ആൽഫയുടെ വാല്യൂ കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് ടോർക്കിൻ്റെ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. അതാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് എന്തിനും അതിനെ ഓവർകം ചെയ്യും. എങ്ങനെ ഓവർകം ചെയ്യുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. അപ്പോൾ ഡിഫിക്കൽട്ടി ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ മെയിൻ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആയിരുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വേരി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? കമ്മ്യൂട്ടേറ്റർ മോട്ടർ വിത്ത് ബ്രഷസ് ഷോർട്ട് സർക്യൂട്ടഡ്. ഓക്കെ, ബ്രഷസ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്റർ മോട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്റ്റാർട്ടിംഗ് ടോർക്കിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ? ബ്രഷ് ആക്സിസിനെ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. അപ്പോൾ ബ്രഷ് ആക്സിസിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുക? അതാണ് ഇതിൻ്റെ വർക്കിങ്ങിൽ വരുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ 2 കണ്ടീഷൻസ് നമ്മൾ നോക്കുക. ഫസ്റ്റ് വൺ, ബ്രഷ് ആക്സിസ് ഈസ് പാരലൽ ടു ദ സ്റ്റേറ്റർ ഫീൽഡ്. അപ്പോൾ ഇതാണ് ബ്രഷ്. ഇവിടെ ഒരു ബ്രഷ് ഉണ്ടോ? AB എന്ന് പറയുന്ന ബ്രഷ് ഇവിടെ ഉണ്ട്. Aയും B എന്ന് പറഞ്ഞ ബ്രഷ് ഉണ്ട്. 3 കണ്ടീഷൻസാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റത്തെ കണ്ടീഷൻ, ബ്രഷ് ആക്സിസും നമ്മുടെ സ്റ്റേറ്റർ ഫീൽഡിൻ്റെ ആക്സിസും എന്തായിരിക്കും? പാരലൽ ആണ്. ദ ബ്രഷ് ആക്സിസ് ഈസ് പാരലൽ ടു ദ സ്റ്റേറ്റർ ഫീൽഡ്. സ്റ്റേറ്റർ ഫീൽഡ് ആക്സിസ് എങ്ങനെയാണ്? നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക്. ഇതാണ് സ്റ്റേറ്റർ ഫീൽഡിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. അതിന് പാരലായിട്ട് തന്നെയാണ് എന്തുള്ളത്? നമ്മുടെ ബ്രഷിൻ്റെ ആക്സിസ് ഉള്ളത്. അങ്ങനെ വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വെൻ ദ സ്റ്റേറ്റർ വൈൻഡിങ് ഈസ് എനർജൈസ് ഫ്രം ദ സിംഗിൾ ഫേസ് സപ്ലൈ. സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് L1 L2ലേക്ക് ഞാൻ കൊടുക്കുകയാണ്, സ്റ്റേറ്റർ AC സപ്ലൈ കൊടുക്കുകയാണ്. സപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആർമേച്ചർ കണ്ടക്ടറിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും. കാരണം ഇവിടെ എന്തുണ്ട്? ഫ്ലക്സ് ഉണ്ട്. സ്റ്റേറ്ററിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലക്സിൽ ഒരു ഭാഗം എന്തായിട്ട് ലിങ്ക് ചെയ്യും? റോട്ടറായിട്ട് ലിങ്ക് ചെയ്യും. റോട്ടർ കണ്ടക്ടറിനെ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു EMF പ്രൊഡ്യൂസ് ചെയ്തു. Okay, when the stator winding is energized from the single phase supply, EMF is induced in the armature conductors or rotor by induction. എന്താണ് ആ EMFന്റെ ഡയറക്ഷൻ? എന്തായിരിക്കും? ലെൻസസ് ലോ ഉപയോഗിച്ചിട്ട് എന്തായിരിക്കും? എന്തിനെ ഓപ്പോസ് ചെയ്യും? എന്താണ് കാരണം? EMF ഉണ്ടാവാനുള്ള കാരണം എന്താണ്? മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. ആ മാഗ്നറ്റിക് എഫക്റ്റിന് എന്ത് ചെയ്യും? ഓപ്പോസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ബൈ ദ ലെൻസസ് ലോ the direction of the EMF is such that the magnetic effect of the resulting armature current will oppose the increase in flux. Flux increase ചെയ്യുന്നതിന് എന്ത് ചെയ്യും? ഓപ്പോസ് ചെയ്യും.
ഓക്കെ, ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്ന നമ്മൾ മെയിൻ ഫ്ലക്സിന് എന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ദ കറണ്ട് വിൽ ഫ്ലോ ഫ്രം ബ്രഷ് ബി ടു ബ്രഷ് എ. കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ബ്രഷ് ബിന്ന് എന്തിലേക്കും ബ്രഷ് എയിലേക്ക് ഫ്ലോ ചെയ്യും. വേർ ഇറ്റ് എൻറ്റേഴ്സ് ദ ആർമേച്ചർ, ബിന്ന് ആർമേച്ചറിലേക്ക് എൻ്റർ ചെയ്യും, എന്നിട്ട് വീണ്ടും ബ്രഷ് ബിയിലേക്ക്, ആർമേച്ചറിൽ മാത്രം എന്ത് ചെയ്യും, സർക്കുലേറ്റ് ചെയ്തിരിക്കും. അതായത് ഒന്നുകിൽ ഈ ഒരു പാത്ത് എ സി ബി എന്ന് പറഞ്ഞ പാത്ത് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും കുറച്ച് ഭാഗം എന്ത് ചെയ്യും എ ഡി ബി എന്ന് പറഞ്ഞ ഈ ഒരു പോർഷൻ കണ്ടോ, മോൾ പോർഷനിൽ ഒരെണ്ണം, അതേപോലെ എന്ത് ചെയ്യും എ സി ബിയും എ ഡി ബിയിൽ എന്ത് ചെയ്യും കറണ്ട് ഫ്ലോ പാസ് ചെയ്യും. ഓക്കെ, അതായത് നമ്മുടെ കണ്ടക്ടേഴ്സിലെ പകുതി ഭാഗം എവിടെ വരും, നോർത്ത് പോളിൻ്റെ അണ്ടറിൽ വരും, അതേപോലെ ബാക്കി പകുതി എന്ത് വരും, സൗത്ത് പോളിൻ്റെ അണ്ടറിലേക്ക് വരും. ഓക്കെ, അതായത് ഈ കണ്ടക്ടറിൽ പകുതി ഭാഗം ഉൾഭാഗത്തേക്ക് വരും, മറ്റേ പകുതി അങ്ങോട്ടേക്കും ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് വരും, കറണ്ട് വരും. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യും ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ ഡയറക്ഷൻ എന്തായിരിക്കും, രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അത് കാരണം എന്ത് സംഭവിക്കും, സ്റ്റാർട്ടിങ് ടോർക്ക് നോർമലി എന്തായിരിക്കും, ഇത് ഓഫിലായിരിക്കും. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എപ്പോഴാണോ ബ്രഷിന്റെ ആക്സിസും അതേപോലെ നമ്മുടെ സ്റ്റേറ്റർ ഫീൽഡിന്റെ ആക്സിസും പാരലായിട്ട് വരുന്നത്, ആ സമയത്ത് എന്തായിരിക്കും, ആർമേച്ചർ റിമൈൻസ് സ്റ്റേഷനറി. ഓക്കെ, അത് രണ്ട് ഡയറക്ഷനിലേക്ക് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ആ രണ്ട് ടോർക്ക് എന്തായിരിക്കും, ഓപ്പോസിറ്റിലേക്ക് ആയിരിക്കും. ഓക്കെ, വിത്ത് ദ ബ്രഷസ് സെറ്റ് ഇൻ ദിസ് പൊസിഷൻ, ഹാഫ് ഓഫ് ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ് അണ്ടർ ദ നോർത്ത് പോൾ ക്യാരി ദ കറണ്ട് ഇൻവേർഡ് ആൻഡ് ഹാഫ് ക്യാരി ദ കറണ്ട് ഔട്ട്വേർഡ്. പകുതി കറണ്ട് ഉൾഭാഗത്തേക്കും പോകും, പകുതി കറണ്ട് ഔട്ട് സൈഡിലേക്കും പോകും. ഇതേപോലെ തന്നെയാണ് എവിടെയും സംഭവിക്കുക, സൗത്ത് പോളിലും സംഭവിക്കാം. പകുതി കറണ്ട് ഇൻവേർഡ് വരും, പകുതി ഔട്ട്വേർഡ് വരും. അത് കാരണം ടോർക്ക് എന്ത് ചെയ്യും, ഒരു ഡയറക്ഷനിലേക്ക് ഡെവലപ്പ് ചെയ്യും, അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യും, ടോർക്ക് ഡെവലപ്പ് ചെയ്യും. അതായത് രണ്ട് ടോർക്ക് ന്യൂട്രലൈസ് ചെയ്ത് പോകും, ആർമേച്ചർ എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. അതായത് നമ്മൾ ബ്രഷിന്റെ ആക്സിസും സ്റ്റേറ്റർ ഫീൽഡിന്റെ ആക്സിസും പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ മോട്ടോർ എന്ത് ചെയ്യില്ല, സ്റ്റാർട്ട് ചെയ്യില്ല. ഇതേ സാധനം തന്നെയാണ് എവിടെയും സംഭവിക്കുന്നത്. ബ്രഷ് ആക്സിസ് ഇതാണ്, ഇതാണ് ഫീൽഡ് ആക്സിസ്, ഫ്ലക്സിന്റെ ആക്സിസ് ഇതാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ ബ്രഷസ് വെച്ച് കഴിഞ്ഞാലും എന്ത് തന്നെയായിരിക്കും, ഇതേപോലത്തെ പ്രിൻസിപ്പിളാണ് അവിടെയും സംഭവിക്കുക. അപ്പോഴും എന്ത് ചെയ്യില്ല, ആർമേച്ചർ കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യില്ല, സ്റ്റേഷനറി ആയിട്ട് നിൽക്കും, മോട്ടോർ എന്ത് ചെയ്യില്ല, കറങ്ങില്ല. അപ്പോൾ രണ്ട് കണ്ടീഷനിൽ പാരലായിട്ട് വെച്ചാലും, ബ്രഷ് ആക്സിസിന് പാരലായിട്ട് സ്റ്റേറ്റർ ഫീൽഡിന് പാരലായിട്ട് ബ്രഷ് ആക്സിസ് വെച്ചാലും പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചാലും മോട്ടോർ എന്ത് ചെയ്യില്ല, കറങ്ങില്ല. ഇനി അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ആംഗിൾ, സപ്പോസ് ഈ ഒരു ആംഗിൾ വെക്കുന്നു വിചാരിക്കാം, ഏതെങ്കിലും ഒരു ആംഗിൾ ചരിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. ദാറ്റ് ഈസ് ഇഫ് ദ ബ്രഷ് ആക്സിസ് ഇസ് അറ്റ് സം ആംഗിൾ അതർ ദാൻ 0 or 90, 0 ആയാലും 90 ആയാലും എന്ത് ചെയ്യില്ല, മോട്ടോർ കറങ്ങില്ല. വേറെ ഏതെങ്കിലും ആംഗിൾ ആണ് വെക്കുന്നുണ്ടെങ്കിൽ ടോർക്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ കറക്റ്റ് ഹാഫ് അല്ല വരുന്നത്, കുറച്ച് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് കൂടി, ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ എന്തായിരിക്കും, ടോർക്ക് കൂടുതലായിരിക്കും. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു നെറ്റ് ടോർക്ക് ഉണ്ടാവും. ആ നെറ്റ് ടോർക്ക് കാരണം റോട്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും, ആക്സിലറേറ്റ് ചെയ്തിട്ട് ഫൈനൽ സ്പീഡിലേക്ക് എത്തും. ഓക്കെ, ദാറ്റ് ഈസ് നൗ ദ ഇ എം എഫ് ഈസ് സ്റ്റിൽ ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അതേ ഡയറക്ഷനിലേക്കാണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ അതേ ഡയറക്ഷനിൽ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. കറണ്ട് എവിടെ നിന്ന് എ എന്ന് ബിയിലേക്കാണ് എന്ത് ചെയ്യുക, കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രഷിന്റെ പൊസിഷൻ സ്റ്റേറ്റർ ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 0-യും 90-യും ആണെങ്കിൽ മോട്ടോർ എന്ത് ചെയ്യില്ല, കറങ്ങില്ല. ഇൻ ബിറ്റ്വീൻ സീറോൻ്റെയും തീറ്റാൻ്റെ വാല്യൂ 0-ൻ്റെയും 90-ൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും വാല്യൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ മോട്ടർ കറങ്ങുള്ളൂ. ഇതാണ് എന്ത് മോട്ടർ എന്ന് പറയുന്നത്, റിപ്പൾഷൻ മോട്ടറിൽ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന കണ്ടീഷൻസ്. ഓക്കെ, ബ്രഷിൻ്റെ ആക്സിസും നമ്മുടെ സ്റ്റേറ്റർ ഫീൽഡിൻ്റെ ആക്സിസും തമ്മിൽ എന്ത് വേണം, ആംഗിൾ ഡിഫറൻസ് വേണം. എത്ര, 0-ൻ്റെയും 90-ൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും ആംഗിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ ഇപ്പോൾ നോക്കുന്ന നേരത്തെ നമ്മൾ പാരലായിട്ട് വെച്ചു, പെർപെൻഡിക്കുലർ വെച്ചു, ഒരു ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നോർത്ത് പോളിന് അണ്ടറിൽ കുറച്ച് കണ്ടക്ടേഴ്സ് വരും, അതേപോലെ സൗത്ത് പോളിന് അണ്ടറിലും കുറച്ച് കണ്ടക്ടേഴ്സ് വരും. കറണ്ട് ഫ്ലോ നടക്കും. ആ കറണ്ട് ഫ്ലോ ഉള്ളത് കാരണം ഏത് ഡയറക്ഷനിലേക്കാണോ റൊട്ടേഷൻ ഉള്ളത് ആ ഒരു ഡയറക്ഷനിൽ നെറ്റ് ടോർക്ക് എന്തായിരിക്കും, കൂടുതലായിരിക്കും. നെറ്റ് ടോർക്ക് ഉണ്ടാവും. ആ നെറ്റ് ടോർക്ക് കാരണം എന്ത് മൂവ് ചെയ്യും, നമ്മളെ റോട്ടർ കറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് റിപ്പൾഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഏത് ഡയറക്ഷനിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക, ഏത് ഡയറക്ഷനിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, ഡയറക്ഷൻ ഇൻ വിച്ച് ബ്രഷസ് ആർ ഷിഫ്റ്റഡ്. ഏത് ഡയറക്ഷനിലേക്കാണ് ബ്രഷസ് ഷിഫ്റ്റ് ചെയ്തത് ആ ഡയറക്ഷനിലേക്കായിരിക്കും എന്തുണ്ടാവുക, റൊട്ടേഷൻ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. റിപ്പൾഷൻ മോട്ടറിൽ ഏത് ഡയറക്ഷനിലേക്കാണ് റൊട്ടേഷൻ നടക്കുക, റോട്ടർ ഏത് ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യും, അത് ഏത് ഡയറക്ഷനിലേക്കാണോ ബ്രഷ് ഷിഫ്റ്റ് ചെയ്തത്. സപ്പോസ് ഇവിടെ ബി എന്ന് പറഞ്ഞ ബ്രഷ്, ഇവിടെ എ എന്ന് പറഞ്ഞ ബ്രഷ് ഉണ്ട്. ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ എന്താ വെച്ചാൽ 0 പാരലായിട്ട് വെച്ചു, ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇനി എന്ത് ചെയ്യാണ്, ബ്രഷ് ഇത് ബി ഒരു ആംഗിള്, അതുപോലെ ഇത് എ. ഓക്കെ, ഒരു ആംഗിൾ ഷിഫ്റ്റ് ചെയ്തു വിചാരിക്കാം, ഒരു തീറ്റ ആംഗിൾ ഷിഫ്റ്റ് ചെയ്ത് ഏത് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ക്ലോക്ക് വൈസിലേക്കാണ് എന്ത് ചെയ്തത്, ഷിഫ്റ്റ് ചെയ്തത്. ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ എത്തി, ഈ ഒരു പൊസിഷനിലേക്ക് എത്തി. ക്ലോക്ക് വൈസിലേക്ക് പോയാൽ റൊട്ടേഷൻ ഏത് തന്നെ ആയിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും.
Okay, that is the direction of rotation of the rotor depends upon the direction in which brushes are shifted. ഏത് ഡയറക്ഷനിലേക്കാണ് ബ്രഷ് ഷിഫ്റ്റ് ചെയ്ത് അതേ ഡയറക്ഷനിലേക്കായിരിക്കും റോട്ടർ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഇഫ് ദ ബ്രഷസ് ആർ ഷിഫ്റ്റഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദ റോട്ടർ ആക്സിലറേറ്റ്സ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ബ്രഷ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ റൊട്ടേഷൻ എന്ത് തന്നെയായിരിക്കും, ക്ലോക്ക് വൈസ് തന്നെ ആയിരിക്കും. അതേപോലെ ബ്രഷ് ഷിഫ്റ്റ് ചെയ്തത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടോട്ടൽ നെറ്റ് ടോർക്ക് ഉണ്ടാകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയാണ്. അത് കാരണം റൊട്ടേഷൻ എന്ത് തന്നെയായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിപ്പൾഷൻ മോട്ടറിനെ രണ്ട് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കറക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ എന്ത് ചെയ്താൽ മതി, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക, ബ്രഷസിന്റെ ഷിഫ്റ്റിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് എന്ത് വരിക, റൊട്ടേഷൻ വരിക. ദാറ്റ് ഈസ് ദ റിപ്പൾഷൻ മോട്ടർ മേ ബി ടു റൊട്ടേറ്റ് ഇൻ എയ്തർ ഡയറക്ഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ബ്രഷസ് ആർ ഷിഫ്റ്റഡ്. ബ്രഷ് ഏത് ഡയറക്ഷനിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, റിപ്പൾഷൻ മോട്ടറിനെ ക്ലോക്ക് വൈസിലും കറക്കാം ആൻറ്റി ക്ലോക്ക് വൈസിലും കറക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ഇതെന്തായിരുന്നു, ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊപ്പോർഷണൽ ടു സൈൻ ആൽഫയാണ്. ഓക്കെ, അപ്പോൾ ആൽഫ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും, ടോർക്ക് എന്തായിരിക്കും, കുറവായിരിക്കും. പക്ഷേ റിപ്പൾഷൻ മോട്ടറിന്റെ കേസിൽ ഡെറിവേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ആലോചിക്കുക. റിപ്പൾഷൻ മോട്ടറിന്റെ കേസിൽ ആർമേച്ചർ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ 2 ആൽഫയാണ്. സൈൻ 2 ആൽഫ. അപ്പോൾ 2 ആൽഫ എന്ന് പറഞ്ഞാൽ എത്ര വരും, ആൽഫയുടെ വാല്യൂ വളരെ കുറവാണെങ്കിലും ഡബിൾ ആയതുകൊണ്ട് ടോർക്ക് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ സപ്പോസ് ആൽഫയുടെ വാല്യൂ ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര വരും, സൈൻ 30 വരുള്ളൂ അല്ലേ. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, ഇവിടെ സൈൻ 30 ആൽഫ 30 ആണെങ്കിൽ എത്ര വരും, 60 വരും. സൈൻ 2 ഇൻറ്റു ആൽഫ സൈൻ 60 വരും. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അപ്പോൾ എന്ത് വരും, ടോർക്കിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. അപ്പോൾ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ 2 ആൽഫയാണ്. അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എപ്പോഴാണ് മാക്സിമം ടോർക്ക് ഉണ്ടാകുന്നത്, ആൽഫയുടെ വാല്യൂ എത്രയായിരിക്കും. സൈനിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്, 90 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് 2 ആൽഫ ഇസ് ഈക്വൽ ടു 90, ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു 45 ഡിഗ്രി. എപ്പോഴാണ് ആൽഫയുടെ വാല്യൂ 45 ഡിഗ്രി ആവുന്നത് ആ സമയത്തായിരിക്കും എന്തെന്ന് പറയുന്നത്, ടോർക്കിന്റെ വാല്യൂ മാക്സിമം ആവുന്നത്. അതിൽ ആൽഫ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രഷ് ആക്സിസിന്റെയും സ്റ്റേറ്റർ ഫീൽഡ് ആക്സിസിന്റെ ഇടയിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ പാരലായിട്ട് വന്നെങ്ങനെ സംഭവിക്കും, ബ്രഷ് ആക്സിസും ടോർക്ക് ആക്സിസും മറ്റേ ഫീൽഡ് ആക്സിസും പാരലായിട്ട് വന്നാൽ തീറ്റയുടെ വാല്യൂ എത്രയാണ്, 0 ആണ് അല്ലേ. തീറ്റയുടെ വാല്യൂ 0 ആയതുകൊണ്ട് സൈൻ 2 ഇൻറ്റു 0 സൈൻ 0, ടോർക്ക് എത്രയായിരിക്കും, 0. മോട്ടർ എന്തെയില്ല, കറങ്ങില്ല. ഓക്കെ, ഇനി ആൽഫയുടെ വാല്യൂ 90 ഡിഗ്രി ആകുമ്പോഴോ, ആൽഫയുടെ വാല്യൂ 90 ഡിഗ്രി ആകുമ്പോൾ ടോർക്ക് എന്ത് വരും, സൈൻ 180. സൈൻ 180യുടെ വാല്യൂ എത്ര തന്നെയാണ്, 0 തന്നെയാണ്. വീണ്ടും എന്തായിരിക്കും, ടോർക്കിന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിൽ വരുന്നുണ്ട്, എന്താ പാരലായിട്ട് വെച്ചാലും പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചാലും എന്തായിരിക്കും, ടോർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. മാക്സിമം ടോർക്ക് കിട്ടാനുള്ള കണ്ടീഷൻ എന്താണ്, ആൽഫ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. കാരണം 2 ആൽഫയാണ് ഇവിടെ വരുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമൽ ഇൻഡക്ഷൻ മോട്ടറിൽ ആൽഫയാണ് വരിക, റിപ്പൾഷൻ മോട്ടറിൽ 2 ആൽഫയാണ് വരുന്നത്. അത് കാരണം ആൽഫ 45 ഡിഗ്രി ആകുമ്പോൾ തന്നെ എന്ത് കിട്ടും, നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടും. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്, ഒന്ന് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്. ഓക്കെ, നോർമൽ ഇൻഡക്ഷൻ മോട്ടറായിട്ട് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലായിരിക്കും. സ്റ്റാർട്ടിംഗ് കറണ്ട് എന്തായിരിക്കും, കുറവായിരിക്കും, മോഡറേറ്റ് സ്റ്റാർട്ടിംഗ് കറണ്ട് ആയിരിക്കും. യൂസസ് എന്ന് പറയുന്നത് ഡ്യൂ ടു ദർ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് റിപ്പൾഷൻ മോട്ടോഴ്സ് ആർ യൂസ്ഡ് ടു ഓപ്പറേറ്റ് ഡിവൈസസ് സച്ച് ആസ് റെഫ്രിജറേറ്റർ, പമ്പ്, കംപ്രസർ എക്സെട്ര. അതായത് ചെറിയ ചെറിയ മോട്ടോഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസിലും ഇത് വരും. റെഫ്രിജറേറ്റർ വരും, പമ്പ് വരും, കംപ്രസർ ഒക്കെ എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ദ സ്പീഡ് വേരീസ് വിത്ത് ചേഞ്ച് ഇൻ ലോഡ്. ലോഡിനനുസരിച്ച് അത് സ്പീഡ് നല്ല രീതിയിൽ വേരി ചെയ്യും. അതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ്. അതായത് നോ ലോഡ് സ്പീഡിലാണ്, ലോഡ് ഇല്ലാത്ത സമയത്താണെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബിക്കംസ് ഡേഞ്ചറസ്ലി ഹൈ. അത് DC സീരീസ് മോട്ടോർ പോലെ തന്നെ നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ്. രണ്ടാമത്തത് പവർ ഫാക്ടർ എന്തായിരിക്കും, കുറവായിരിക്കും. ഹൈ സ്പീഡ്സിലൊഴികെ പവർ ഫാക്ടർ കുറവായിരിക്കും. പിന്നെ ബ്രഷസ് ഒക്കെ ഉള്ളതുകൊണ്ട് സ്പാർക്കിംഗ് ടെൻഡൻസി എന്താണ്, കൂടുതലാണ്. സ്പാർക്കിംഗ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതാണ് റിപ്പൾഷൻ മോട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. പവർ ഫാക്ടർ കുറവായിരിക്കും, സ്പാർക്കിംഗ് ഉണ്ടാവും, പിന്നെ നോ ലോഡിൽ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. ഇനി നെക്സ്റ്റ് മോട്ടർ എന്താണ്, റിപ്പൾഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ. ഓക്കെ, സ്റ്റാർട്ടിങ് സമയത്ത് റിപ്പൾഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, റണ്ണിങ് സമയത്ത് നോർമൽ ഇൻഡക്ഷൻ മോട്ടറായിട്ട് എന്ത് ചെയ്യുക, റൺ ചെയ്യിപ്പിക്കുക. ഇതാണ് റിപ്പൾഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ. ദാറ്റ് ഈസ്, കാരണം റിപ്പൾഷൻ സ്റ്റാർട്ട് എന്ന് വെച്ചാൽ എന്താ, റിപ്പൾഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലായിരിക്കും. ഓക്കെ, സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂട്ടാൻ വേണ്ടി സ്റ്റാർട്ടിങ്ങിൽ എന്തായിട്ട് വർക്ക് ചെയ്യുക, റിപ്പൾഷൻ മോട്ടറായിട്ട് വർക്ക് ചെയ്യുക. പിന്നെ റൺ ചെയ്യുന്ന സമയത്ത് നോർമൽ ഇൻഡക്ഷൻ മോട്ടറായിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഇതാണ് റിപ്പൾഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ motor. The machine is started as a repulsion motor with a corresponding high starting torque. റിപ്പൾഷൻ മോട്ടോറായി സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആയിരിക്കും. ഇനി 75% റേറ്റഡ് സ്പീഡ് എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും,
ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഉണ്ടാവും. ആ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്ത് ചെയ്യും, നമ്മുടെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിനെ ഷോർട്ട് ചെയ്യും. പിന്നെന്തില്ല, റിപ്പൾഷൻ ഇല്ല. പിന്നെന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇൻഡക്ഷൻ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് സെൻട്രിഫ്യൂഗൽ ഡിവൈസ് ഷോർട്ട് സർക്യൂട്ട്സ് ദ കമ്മ്യൂട്ടേറ്റർ, കമ്മ്യൂട്ടേറ്ററിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. സോ ദാറ്റ് ദ മെഷീൻ ദെൻ ഓപ്പറേറ്റ്സ് ആസ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. മെഷീന് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. വർക്കിംഗ് കൺസ്ട്രക്ഷൻ എന്തായിരിക്കും, നോർമൽ റിപ്പൾഷൻ മോട്ടോർ തന്നെ സ്റ്റേറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട്. പക്ഷേ അഡീഷണൽ ആയിട്ട് എന്തും കൂടി ഉണ്ടാവും, ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ചും കൂടി ഉണ്ടാവും. അതിന് പണി എന്താ, റേറ്റഡ് 75% റേറ്റഡ് സ്പീഡ് എത്തിക്കഴിഞ്ഞതിന് ശേഷം കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് എന്ത് ചെയ്യുക, ഷോർട്ട് ചെയ്തിട്ട് പിന്നെ റിപ്പൾഷൻ മോട്ടർ അല്ല, പിന്നെന്താണ്, ഇൻഡക്ഷൻ മോട്ടറായിട്ട് എന്ത് ചെയ്യുക, അതിനെ വർക്ക് ചെയ്യിപ്പിക്കാം. അഡ്വാൻറ്റേജ് എന്താണ്, കമ്മ്യൂട്ടേറ്റർ ഇല്ല, റണ്ണിങ് സമയത്ത് കമ്മ്യൂട്ടേറ്ററും ബ്രഷസ് കാര്യങ്ങളൊന്നുമില്ല, ഷോർട്ട് ചെയ്ത് വെച്ചേക്കാണ്, ഇൻഡക്ഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം എന്തായിരിക്കും, സ്പാർക്കിംഗ് എന്തായിരിക്കും, കുറവായിരിക്കും. വിയർ ആൻഡ് ടിയർ, തേയ്മാനം ബാക്കി കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, റെഡ്യൂസ് സ്പാർക്കിംഗ് ആൻഡ് ടിയർ ആൻഡ് വിയർ. ഓപ്പറേറ്റ്സ് ആസ് ആൻ ഇൻഡക്ഷൻ റൺ മോട്ടോർ. അപ്പോൾ റിപ്പൾഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ, റൺ ചെയ്യുന്നത് ഇൻഡക്ഷൻ മോട്ടറായിട്ടാണ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഫ്രിജറേറ്റർ, കംപ്രസർ, പമ്പ്, ഹോയിസ്റ്റ്, ഫ്ലോർ പോളിഷിംഗ്, ഗ്രൈൻഡിങ് ഡിവൈസ്, മെഷീൻ ടൂൾസ്. ഓക്കെ, ഇതൊക്കെയാണ് എന്തിൽ വരിക, റിപ്പൾഷൻ നമ്മളെ ചെറിയ ചെറിയ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിനൊക്കെ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ അല്ലാണ്ട് ജനറൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവാറില്ല. സ്പെഷ്യൽ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ആ സമയത്ത് പറയുന്നുണ്ട് എന്തായാലും കേട്ടോ. അപ്പോൾ റിപ്പൾഷൻ സ്റ്റാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെഷീൻ ടൂൾസ്, റെഫ്രിജറേറ്റർ, കംപ്രസർ, പമ്പ്. അത് ഓൾമോസ്റ്റ് എല്ലാ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സും ഇതിനകത്ത് തന്നെ ആപ്ലിക്കേഷൻസിൽ പെടുന്നുണ്ട്. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇതാണ് റിപ്പൾഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ. ഇനി ദ റിപ്പൾഷൻ ഇൻഡക്ഷൻ മോട്ടോർ പ്രൊഡ്യൂസസ് എ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് എൻറ്റയർലി ഡ്യൂ ടു റിപ്പൾഷൻ മോട്ടോർ ആക്ഷൻ. സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലായിരിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പൾഷൻ മോട്ടോർ ആക്ഷൻ വഴി സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലായിരിക്കും. വൈൽ റണ്ണിങ് ഇറ്റ് ഫങ്ഷൻസ് ത്രൂ എ കോമ്പിനേഷൻ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ ആൻഡ് റിപ്പൾഷൻ മോട്ടോർ ആക്ഷൻ. സ്റ്റാർട്ടിംഗ് സമയത്ത് റിപ്പൾഷൻ മാത്രം, റണ്ണിങ് സമയത്ത് എന്ത് വരും, ഇൻഡക്ഷൻ മോട്ടോർ റിപ്പൾഷൻ മോട്ടോറിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് വരിക. സ്റ്റേറ്റർ വൈൻഡിങ് റിപ്പൾഷൻ മോട്ടോർ പോലെ തന്നെ സെയിം തന്നെ ആയിരിക്കും. പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് സിംഗിൾ ഫേസ് സപ്ലൈയിൽ നമ്മൾ കണക്ട് ചെയ്യും. പക്ഷേ ബട്ട് ദർ ആർ 2 സെപ്പറേറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വൈൻഡിങ്സ് ഇൻ ദ റോട്ടർ. റോട്ടറിൽ 2 സ്പെഷ്യൽ വരും. സ്റ്റേറ്ററിൽ സെയിം തന്നെ ആയിരിക്കും, പക്ഷേ റോട്ടറിൽ 2 വൈൻഡിങ്സ് വരും, സെപ്പറേറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വൈൻഡിങ്സ് ഇൻ ദ റോട്ടർ. ഓക്കെ, അതാണ് റിപ്പൾഷൻ ഇൻഡക്ഷൻ മോട്ടോർ. അത് റണ്ണിങ് സമയത്ത് റിപ്പൾഷൻ തന്നെ ആയിരിക്കും. പുതിയ ടൈപ്പ് മോട്ടറാണ്. നേരത്തെ നമ്മൾ റിപ്പൾഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ ആയിരുന്നു. ഇതെന്തായിരിക്കും, റിപ്പൾഷൻ ഇൻഡക്ഷൻ മോട്ടറാണ്. മാറിപ്പോയത് റിപ്പൾഷൻ ഇൻഡക്ഷൻ മോട്ടോർ. സ്റ്റാർട്ടിങ് സമയത്ത് റിപ്പൾഷൻ, റണ്ണിങ് സമയത്ത് രണ്ടും കൂടി വരും, റിപ്പൾഷനും വരും ഇൻഡക്ഷനും വരും. അപ്പം അതിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന വ്യത്യാസമാണ് ഇപ്പോൾ പറഞ്ഞത്. സ്റ്റേറ്റർ നോർമൽ റിപ്പൾഷൻ മോട്ടോർ പോലെ തന്നെ സ്റ്റേറ്ററിലേക്ക് വൈൻഡിങ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ആയിരിക്കും കൊടുക്കുക, അതിലേക്ക് സപ്ലൈ കൊടുക്കും, സിംഗിൾ ഫേസ് AC സപ്ലൈ കൊടുക്കും. ഇനി റോട്ടറിലാണ് ഡിഫറൻസ് വരുന്നത്. റോട്ടറിൽ 2 സെപ്പറേറ്റ് വൈൻഡിങ്സ് ഉണ്ടാവും. ഓക്കെ, ആ 2 വൈൻഡിങ്സ് എന്താണ് ഇവിടെ നോക്കാം. നോർമലി ഇവിടെ ഒരു വൈൻഡിങ് ഉണ്ട്. ഓക്കെ, അത് കൂടാണ്ട് ഒരു ഇന്നർ വൈൻഡിങ് കൂടി ഉണ്ടാവും. ഇത് നമ്മൾ ബ്രഷൊക്കെ കമ്മ്യൂട്ടേറ്ററൊക്കെ വെച്ചിട്ടുള്ള ഒരു വൈൻഡിങ് ഉണ്ട്. അത് കൂടാണ്ട് ഒരു വൈൻഡിങ് കൂടി അകത്ത് വരും. അതാണ് സ്ക്വിറൽ കേജ് വൈൻഡിങ് എന്ന് പറയും. ഓക്കെ, 2 വൈൻഡിങ് കണ്ടു എന്ന് വിചാരിക്കുന്നത്. ഇതൊരു വൈൻഡിങ്. അതേപോലെ തന്നെ റോട്ടറിൽ എന്ത് വരും, ഒരു വൈൻഡിങ് കൂടി വരും, ഒരു ഇന്നർ കേജ് പോലെ. നമ്മൾ കേജ് റോട്ടറിൽ പറഞ്ഞ പോലെ ഒരു ഇന്നർ വൈൻഡിങ് കൂടി ഇതിനകത്ത് കയറി വരും. ദാറ്റ് ഈസ് എ സ്ക്വിറൽ കേജ് വൈൻഡിങ്. രണ്ടാമത്തേതാ എ കമ്മ്യൂട്ടേറ്റഡ് വൈൻഡിങ് സിമിലർ ടു ദാറ്റ് ഓഫ് എ DC ആർമേച്ചർ. നോർമൽ DC ആർമേച്ചർ ഉള്ള പോലെ ബ്രഷസ് കമ്മ്യൂട്ടേറ്റർ വെച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്. അതാണ് ഫസ്റ്റ് ഔട്ടറിലുള്ള വൈൻഡിങ്. ഇന്നറിൽ സ്ക്വിറൽ കേജ് വൈൻഡിങ് കൂടി ഉണ്ടാവും. ഓക്കെ, ദ ഇന്നർ വൈൻഡിങ് ഈസ് എ സ്ക്വിറൽ കേജ് വൈൻഡിങ് വിത്ത് റോട്ടർ ബാർസ് പെർമനന്റ്ലി ഷോർട്ട് സർക്യൂട്ടഡ്. സ്ക്വിറൽ കേജ് വൈൻഡിങ് ആണ് യൂസ് ചെയ്യുന്നത്. ആ വൈൻഡിങ് അല്ല, ബാറാണ് യൂസ് ചെയ്യുന്നത്, റോട്ടർ ബാർ. ആ റോട്ടർ ബാർ എൻഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, എൻഡറിങ് ഉപയോഗിച്ചിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൽ പറഞ്ഞ പോലെ, സ്ക്വിറൽ കേജിൽ പറഞ്ഞ പോലെ എൻഡറിങ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഈ കോപ്പർ ബാർസിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ ഞാൻ ഇവിടെ വരും. ഇതാണ് എൻഡറിങ്സ്. 2 എൻഡറിങ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഔട്ടർ വൈൻഡിങ്, പുറമേയുള്ള ഭാഗം എന്താണ്, റിപ്പൾഷൻ കമ്മ്യൂട്ടേറ്റർ ആർമേച്ചർ വൈൻഡിങ്. അവിടെയാണ് റിപ്പൾഷൻ ആക്ഷൻ നടക്കുന്നത്, റിപ്പൾഷൻ കമ്മ്യൂട്ടേറ്റർ ആർമേച്ചർ വൈൻഡിങ്. ഇനി റണ്ണിങ് സമയത്ത് എന്ത് വരും, റിപ്പൾഷൻ്റെ എഫക്റ്റും കൂടി വരും, അതുകൂടാണ്ട് ഇൻഡക്ഷൻ്റെ എഫക്റ്റും കൂടി വരും. അതോ 2 വൈൻഡിങ്സ് എന്തിൽ വരും, നമ്മുടെ മോട്ടോർ വർക്ക് ചെയ്യുന്ന എല്ലാ എൻറ്റയർ പീരീഡ് ഓഫ് ഓപ്പറേഷനിൽ 2 വൈൻഡിങ് എന്തായിരിക്കും, ഓപ്പറേറ്റിംഗ് ആയിരിക്കും. മറ്റേതുപോലെ കമ്മ്യൂട്ടേറ്റിംഗ് സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഇടയ്ക്ക് ഒരു വൈൻഡിങ് കട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും ഇതിനകത്തില്ല. എന്ന് വെച്ചാൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ദാറ്റ് ഈസ് ബോത്ത് ദ വൈൻഡിങ്സ്, 2 വൈൻഡിങ്ങും എൻറ്റയർ പീരീഡ് ഓഫ് ഓപ്പറേഷനിൽ എന്തുണ്ടാവും, നമ്മുടെ മോട്ടറിൽ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്താണ്, ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണം.
ഓക്കെ, ആ സമയത്ത് ഏത് വൈൻഡിങ് ആയിരിക്കും യൂസ് ചെയ്യുക? കമ്മ്യൂട്ടേറ്റർ വൈൻഡിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പൾഷൻ വൈൻഡിങ് ഏതാണ്? ഔട്ടറിലൂടെ ആയിരിക്കും കറണ്ട് കൂടുതൽ പാസ് ചെയ്യുക. ഔട്ടറിൽ കൂടുതൽ കറണ്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും? കൂടുതൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് നമുക്ക് അവിടെ കിട്ടും. ദാറ്റ് ഈസ് അറ്റ് സ്റ്റാർട്ട് ദ കമ്മ്യൂട്ടേറ്റഡ് വൈൻഡിങ് സപ്ലൈസ് മോസ്റ്റ് ഓഫ് ദ ടോർക്ക്. ഓക്കെ, സ്റ്റാർട്ടിങ് സമയത്ത് ഔട്ടർ വൈൻഡിങ്ങിലൂടെയാണ് മെയിനായിട്ട് കറണ്ട് പാസ് ചെയ്യുക. കാരണം അതിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്? കൂടുതലാണ്. റിയാക്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷേ സ്ക്വിറൽ കേജിൽ നേരെ തിരിച്ച് റിയാക്റ്റൻസ് കൂടുതലും റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് സമയത്ത് നമുക്ക് എന്ത് വേണം? സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് റെസിസ്റ്റൻസ് കൂടുതലുള്ള ഭാഗത്തോട് കറണ്ട് പാസ് ചെയ്താൽ നമുക്ക് എന്ത് വരും? സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതലുള്ള പോർഷൻ ഏതാണ്? ഔട്ടർ വൈൻഡിങ് ആണ്, എന്ന് വെച്ചാൽ കമ്മ്യൂട്ടേറ്റഡ് വൈൻഡിങ് ആണ്. ആ വൈൻഡിങ്ങിൽ കൂടെ എന്ത് സംഭവിക്കും? കറണ്ട് പാസ് ചെയ്യും. സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആ സമയത്ത് ഇന്നർ കേജ് എന്തായിരിക്കും? ഇന്നാക്റ്റീവ് ആയിരിക്കും. ഓൾമോസ്റ്റ് ഇന്നാക്റ്റീവ് ആണ്. കാരണം അതിൻ്റെ റെസിസ്റ്റൻസ് കുറവാണ്. റിയാക്റ്റൻസ് ആയിരിക്കും എന്ത് വരിക? കൂടുതൽ വരിക. അത് കാരണം സ്ക്വിറൽ കേജ് വൈൻഡിങ് ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കും സ്റ്റാർട്ടിംഗ് സമയത്ത്. ഓക്കെ, ആസ് ദ റോട്ടർ ആക്സിലറേറ്റ്സ്, റോട്ടർ പതുക്കെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ദ സ്ക്വിറൽ കേജ് വൈൻഡിങ് ടേക്സ് അപ്പ് എ ലാർജ് പോർഷൻ ഓഫ് ദ ലോഡ്. പിന്നെ കറണ്ട് പാസ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതൊക്കെ ഏതാണ്? സ്ക്വിറൽ കേജ് വൈൻഡിങ് ആണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ലോഡിനെ മെയിനായിട്ട് സപ്ലൈ ചെയ്യുന്നത്. ദ ബ്രഷസ് ആർ ഷോർട്ട് സർക്യൂട്ടഡ് ഓൾവേസ് ആൻഡ് ബ്രഷസ് ഇൻ പൊസിഷൻ. ബ്രഷസ് എപ്പോഴും ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു പൊസിഷൻ കണ്ടോ, ഇതൊരു ഫിഗർ കാണുമ്പോൾ മനസ്സിലായി. എല്ലാ ബ്രഷസും എന്താണ്? പരസ്പരം ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് അതേ പൊസിഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. Okay. The brushes are short circuited always and brushes in position. No centrifugal switch to short the commutator. Induction repulsion start induction റണ്ണിൽ എന്തായിരുന്നു? സ്റ്റാർട്ടിംഗ് സമയത്ത് മാത്രമേ റിപ്പൾഷൻ ആവശ്യമുള്ളൂ. റണ്ണിങ് സമയത്ത് ഇൻഡക്ഷൻ മാത്രമായിരുന്നു. അത് കാരണം നമ്മൾ എന്ത് ചെയ്തു? സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഉപയോഗിച്ചിട്ട് കമ്മ്യൂട്ടേറ്റർ എന്തെങ്കിലും ഷോർട്ട് ചെയ്ത് വെക്കുമായിരുന്നു. പക്ഷേ ഇതിൽ റണ്ണിങ് സമയത്തും എന്തിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്? റിപ്പൾഷൻ്റെ എഫക്റ്റും കൂടി ഉള്ളത് കൊണ്ട് സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ദാറ്റ് ഈസ് നോ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ടു ഷോർട്ട് ദ കമ്മ്യൂട്ടേറ്റർ. പിന്നെ മെയിൻ അഡ്വാൻറ്റേജ് സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലായിരിക്കും. റിപ്പൾഷൻ മോട്ടറിന് ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? പവർ ഫാക്ടർ കുറവായിരുന്നു. അതുമാത്രമല്ല സ്പീഡും നല്ല രീതിയിൽ വേരി ചെയ്യുമായിരുന്നു. പക്ഷേ റിപ്പൾഷൻ ഇൻഡക്ഷൻ റണ്ണിൽ, അതായത് സ്റ്റാർട്ടിംഗ് റിപ്പൾഷൻ, റണ്ണിങ് റിപ്പൾഷനും ഇൻഡക്ഷനും വരുന്ന മോട്ടേഴ്സിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലായിരിക്കും. അതുകൂടാണ്ട് വേറെ അഡ്വാൻറ്റേജ് എന്താ? പവർ ഫാക്ടർ കൂടുതലായിരിക്കും. മറ്റേതിൻ്റെ ഡിസഡ്വാൻറ്റേജിൽ അഡ്വാൻറ്റേജ് ആയിട്ട് വരും. പവർ ഫാക്ടർ കൂടുതലാണ്. അതുമാത്രമല്ല സ്പീഡ് റെഗുലേഷൻ എന്തായിരിക്കും? നല്ല സ്പീഡ് റെഗുലേഷൻ, നല്ല രീതിയിൽ സ്പീഡ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വേരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് റിപ്പൾഷൻ ഇൻഡക്ഷൻ റൺ മോട്ടോർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിപ്പൾഷൻ മോട്ടറിൽ വരുന്നത്. ഒന്ന് നോർമൽ റിപ്പൾഷൻ മോട്ടർ, രണ്ടാമത്തത് റിപ്പൾഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ. അപ്പോൾ വർക്കിംഗ് എങ്ങനെ വരാം? വ്യത്യാസം വരാം. കൺസ്ട്രക്ഷനിൽ ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ചും കൂടി ഉണ്ടാവും. ഓക്കെ, നോർമൽ റിപ്പൾഷൻ മോട്ടറിൻ്റെ കൂടെ ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ചും കൂടി. അടുത്തത് റിപ്പൾഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടർ കഴിഞ്ഞതിന് ശേഷം റിപ്പൾഷൻ ഇൻഡക്ഷൻ മോട്ടോർ. റിപ്പൾഷൻ ഇൻഡക്ഷൻ മോട്ടറിൽ എന്താ ചെയ്യുന്നത്? സ്റ്റാർട്ടിങ്ങിൽ റിപ്പൾഷൻ മോട്ടറായിട്ട് വർക്ക് ചെയ്യും. റണ്ണിങ് സമയത്ത് റിപ്പൾഷൻ്റെ എഫക്റ്റും വരും, ഇൻഡക്ഷൻ്റെ എഫക്റ്റും കൂടി വരും. കൺസ്ട്രക്ഷനിൽ വരുന്ന വ്യത്യാസം എന്താ? രണ്ട് വൈൻഡിങ്സ് ഉണ്ടാവും. ഓക്കെ, ഒന്നൊക്കെ ഒരു കമ്മ്യൂട്ടേറ്റഡ് വൈൻഡിങ്ങും ഔട്ടർ സൈഡിൽ, അതേപോലെ ഇന്നർ സൈഡിൽ എന്തും കൂടി വരും? ഒരു സ്ക്വിറൽ കേജ് വൈൻഡിങ് കൂടി വരും. അപ്പോൾ സ്റ്റാർട്ടിംഗ് സമയത്ത് മെയിനായിട്ട് കറണ്ട് പാസ് ചെയ്തതിലൂടെ ഔട്ടർ വൈൻഡിങ്ങിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. അത് കാരണം സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലായിരിക്കും. റണ്ണിങ് സമയത്ത് ഹൈ റെസിസ്റ്റൻസ് ആയിട്ടുള്ള, റിയാക്റ്റൻസ് ആയിട്ടുള്ള സ്ക്വിറൽ കേജ് വൈൻഡിങ്ങിലൂടെ കറണ്ട് പാസ് ചെയ്യും. അത് കാരണം പവർ ഫാക്ടറും ബാക്കി കാര്യങ്ങൾ, സ്പീഡ് റെഗുലേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് രണ്ട് മോട്ടോഴ്സ് കൂടിയുണ്ട്. അൺഎക്സൈറ്റഡ് സിംഗിൾ ഫേസ് സിങ്ക്രണസ് മോട്ടോർ. ഓക്കെ, നമ്മൾ സിങ്ക്രണസ് മോട്ടർ പഠിച്ചിട്ടുണ്ട്. സിങ്ക്രണസ് മോട്ടർ എന്താണ്? ഡബിളി എക്സൈറ്റഡ് ആണ് അല്ലേ? ഡബിളി എക്സൈറ്റഡ് എന്ന് വെച്ചാൽ എന്താ? 3 ഫേസ് സപ്ലൈ. സിങ്ക്രണസ് മോട്ടർ നമ്മൾ 3 ഫേസ് സപ്ലൈ സ്റ്റേറ്ററിലേക്കും കൊടുക്കുന്നുണ്ട്, അതേപോലെ റോട്ടറിലേക്കൊന്നും കൊടുക്കുന്നുണ്ട്, DC സപ്ലൈയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിന് അടുത്ത ടൈപ്പ് ഓഫ് സിങ്ക്രണസ് മോട്ടേഴ്സ് ആണ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ സിങ്ക്രണസ് മോട്ടർ ഉണ്ട്. അതിൽ തന്നെ അൺഎക്സൈറ്റഡ് സിംഗിൾ ഫേസ് സിങ്ക്രണസ് മോട്ടോഴ്സ്. അതിൽ രണ്ട് ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് റിലക്റ്റൻസ് മോട്ടോർ, രണ്ടാമത്തെ ഹിസ്റ്ററിസിസ് മോട്ടോർ. അതിൽ ഹിസ്റ്ററിസിസ് മോട്ടോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടേപ്പ് റെക്കോർഡറിലൊക്കെ യൂസ് ചെയ്യുന്ന മോട്ടർ. ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞിരുന്നു, സ്പെഷ്യൽ ആപ്ലിക്കേഷൻ വല്ലതുണ്ടെങ്കിൽ അത് ചോദിക്കാറുണ്ട്. ടേപ്പ് റെക്കോർഡറിലൊക്കെ യൂസ് ചെയ്യുന്ന മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്ററിസിസ് മോട്ടറാണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററിസിസ് മോട്ടോർ വരുമ്പോൾ പറയാം. ഫസ്റ്റ് വൺ റിലക്റ്റൻസ് മോട്ടോർ. എന്താണ് റിലക്റ്റൻസ് മോട്ടോർ? റിലക്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? റിലക്റ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? MMF ബൈ റിലക്റ്റൻസ് ആണ്. അപ്പോൾ റിലക്റ്റൻസ് കൂടുതലാണെങ്കിൽ ഫ്ലക്സ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അതുപോലെ എയർ ഗ്യാപ്പ് കൂടുതലുണ്ടെങ്കിലോ? എയർ ഗ്യാപ്പ് കൂടുതലുണ്ടെങ്കിൽ എന്തായിരിക്കും? റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ S എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, എയർ ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ റിലക്റ്റൻസ് കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന വ്യത്യാസം. സ്റ്റേറ്റർ
സ്റ്റേറ്ററിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റിവോൾവിംഗ് ഫീൽഡ്. നോർമലി നമ്മൾ ഏത് മോട്ടോർ എടുത്താലും ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റേറ്ററിലാണ്. ദ സ്റ്റേറ്റർ പ്രൊഡ്യൂസസ് ദ റിവോൾവിംഗ് ഫീൽഡ്. ഓക്കെ, അതിന് 2 ടൈപ്പ് ഉണ്ട്. സ്പ്ലിറ്റ് ഫേസ് ടൈപ്പ് റിലക്റ്റൻസ് മോട്ടോർ, അതല്ലെങ്കിൽ പെർമനന്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ റൺ മോട്ടോർ, അല്ലെങ്കിൽ കപ്പാസിറ്റർ ടൈപ്പ് ഇൻഡക്ഷൻ റിലക്റ്റൻസ് മോട്ടോർ. കപ്പാസിറ്റർ ടൈപ്പ് റിലക്റ്റൻസ് മോട്ടോർ ഉണ്ട്, അതുപോലെ സ്പ്ലിറ്റ് ഫേസ് ടൈപ്പ് റിലക്റ്റൻസ് മോട്ടോർ. ജസ്റ്റ് നോക്കാം. അപ്പോൾ സ്റ്റേറ്ററിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? നമ്മൾ സപ്ലൈ കൊടുക്കുക, സപ്ലൈ കൊടുത്തിട്ട് അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി റോട്ടർ എന്താണ്? സ്ക്വിറൽ കേജ് റോട്ടറാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. സ്ക്വിറൽ കേജ് റോട്ടർ എന്ന് വെച്ചാൽ വൈൻഡിങ് ആയിരിക്കില്ല, കോപ്പർ ബാർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അൺസിമെട്രിക്കൽ മാഗ്നറ്റിക് കൺസ്ട്രക്ഷൻ. അൺസിമെട്രിക്കൽ ആവാനുള്ള കാരണം എന്താ? സിമെട്രിക് റോട്ടർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? എയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. ഓക്കെ, എയർ ഗ്യാപ്പ് യൂണിഫോം ആണെങ്കിൽ റിലക്റ്റൻസ് എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും, ആണല്ലോ. ഓക്കെ, പക്ഷേ അൺസിമെട്രിക് ആണെങ്കിലോ എയർ ഗ്യാപ്പ് ചേഞ്ച് ചെയ്യും. എയർ ഗ്യാപ്പ്, അതായത് ഇവിടെ ഉണ്ടാകുന്ന എയർ ഗ്യാപ്പ് ആയിരിക്കില്ല. സപ്പോസ് ഇതാണ് സ്റ്റേറ്റർ എങ്കിൽ, ഇതിൻ്റെ പുറം ഭാഗത്ത് സ്റ്റേറ്റർ എന്ന് വിചാരിക്കാം. ഈ സ്ഥലത്തുള്ള എയർ ഗ്യാപ്പ് ഇത്രയേ ഉള്ളൂ, പക്ഷേ ഈ ഒരു സ്ഥലത്ത് എയർ ഗ്യാപ്പ് എന്താണ്? കൂടുതലാണ്. എന്ന് വെച്ചാൽ എയർ ഗ്യാപ്പ് എന്താണ്? നോൺ യൂണിഫോം. അൺസിമെട്രിക്കൽ ആയതുകൊണ്ട് നോൺ യൂണിഫോം എയർ ഗ്യാപ്പ് ആയിരിക്കും. അത് കാരണം റിലക്റ്റൻസിൽ എന്ത് സംഭവിക്കും? ചേഞ്ച് സംഭവിക്കും. ആ ചേഞ്ച് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുക? നമ്മളെ റോട്ടറിൻ്റെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മോട്ടർ എന്ത് ചെയ്യുക? കറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ സ്ക്വിറൽ കേജ് റോട്ടറാണ് യൂസ് ചെയ്യുന്നത്, അൺസിമെട്രിക്കൽ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അൺസിമെട്രിക്കൽ എന്ന് പറഞ്ഞത്? എയർ ഗ്യാപ്പ് നോൺ യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യണം? നിർത്തണം. That is, the rotor consists of a soft magnetic material, that is laminated silicon steel. നോർമൽ എല്ലാ റോട്ടറും ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തതിൻ്റെ റോട്ടറായിട്ട് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് വെൻ എ പീസ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. വെൻ എ പീസ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് ലൊക്കേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? അത് മാഗ്നറ്റൈസ് ചെയ്യാനുള്ള ഇതുവരെ അത് മാഗ്നറ്റൈസിങ് ഫോഴ്സ് അവിടെ ഉണ്ടാവും. ദാറ്റ് ഈസ് എ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ മെറ്റീരിയൽ. ആ മെറ്റീരിയൽ ഒരു ഫോഴ്സ് ഉണ്ടാവും, ടെൻഡിങ് ടു ബ്രിങ് ഇറ്റ് ഇൻ ടു ദ മോസ്റ്റ് ഡെൻസ് പോർഷൻ ഓഫ് ദ ഫീൽഡ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എവിടെയാണോ കൂടുതൽ ആ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അത് നമ്മൾ സ്ഥലത്ത് മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അട്രാക്ഷൻ റിപ്പൾഷൻ കാര്യം നടക്കൂലേ? അപ്പോൾ ഏതാണ് ഡെൻസ് പോർഷൻ ഏറ്റവും കൂടുതലുള്ളത് ആ ഒരു പോർഷനിലേക്ക് എന്ത് ചെയ്യാം? വലിക്കാനുള്ള ടെൻഡൻസി കാണിക്കും. ഓക്കെ, അതെന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? റിലക്റ്റൻസ് കുറവാണെങ്കിൽ, റിലക്റ്റൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. റിലക്റ്റൻസ് കുറവാണെങ്കിൽ ഉള്ള പാത്തിലൂടെയാണ് എന്ത് ചെയ്യുക? നമ്മൾ കറണ്ട് പറയുന്നത് എങ്ങനെയാണ്? റെസിസ്റ്റൻസ് കുറവുള്ള പാത്തിലൂടെയാണ് എന്ത് ചെയ്യുക? ഇപ്പോഴും കറണ്ട് മെയിനായിട്ട് പാസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? റിലക്റ്റൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റിലക്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? മിനിമം ഉള്ള പാത്തിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക? ഫോഴ്സ് അലൈൻ ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫോഴ്സ് ടെൻസ് ടു അലൈൻ ദ മെറ്റീരിയൽ ഇൻ സച്ച് എ വേ ദാറ്റ് the reluctance of the magnetic path that lies through the material will be minimum. റിലക്റ്റൻസ് മിനിമം ഉള്ള ആ ഒരു പാത്തിലൂടെ ആയിരിക്കും നമ്മുടെ മെറ്റീരിയൽ എന്ത് ചെയ്യുക? അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി the stator revolving magnetic field exerts the reluctance torque on the unsymmetrical rotor tending to align the salient pole axis of the rotor with the axis of the revolving magnetic field. because നോക്കാം, അതായത് സാലിയന്റ് പോൾ വരുന്ന കേസിൽ ഇപ്പോൾ ഇവിടെയാണ് സാലിയൻസ് വരുന്നത്, ഇവിടെ എന്തില്ല? സാലിയൻസ് ഇല്ല. ഓക്കെ, ഇവിടെ വീണ്ടും സാലിയന്റ് പോൾ വരും. ഇപ്പോൾ ഏതായിരിക്കും എയർ ഗ്യാപ്പ് മിനിമം? ഏതാ? ഇവിടെയാണ് എയർ ഗ്യാപ്പ് മിനിമം അല്ലേ? ഈ ഒരു പൊസിഷനിൽ എയർ ഗ്യാപ്പ് മിനിമം ആണ്. ഇവിടെ എയർ ഗ്യാപ്പ് എന്താണ്? കൂടുതലാണ്. അപ്പോൾ ഇവിടെ റിലക്റ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഈ ഒരു പൊസിഷനിലോ സാലിയന്റ് ഉള്ള സ്ഥലത്ത് എന്തായിരിക്കും? റിലക്റ്റൻസ് എന്ന് പറഞ്ഞത് കുറവായിരിക്കും, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്ററിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മാഗ്നറ്റിക് ഫീൽഡാണ്. ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലക്സ് ആരെയും കൂടി കൂട്ടിക്കൊണ്ട് പോകും. ഫോഴ്സ് ഉപയോഗിച്ച് ആരെയും കൂടി അലൈൻ ചെയ്യും. റിലക്റ്റൻസ് കുറവുള്ള ഭാഗം ഏതാണ്? സാലിയന്റ് പോലുള്ള പോർഷനാണ്. ഓക്കെ, കാരണം ആ പാത്തിൽ എന്തായിരിക്കും? റിലക്റ്റൻസ് കുറവായിരിക്കും. ആ സാലിയന്റ് പോലുള്ള പോർഷനും കൂടി എന്തെങ്കിലും കൂടെ അങ്ങ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇനി അപ്പോൾ എന്ത്? ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ടോർക്ക് നമ്മുടെ ലോഡിന് സഫീഷ്യൻ്റ് ആണെങ്കിൽ മോട്ടർ എന്ത് ചെയ്യും? റിവോൾവിംഗ് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ സിങ്ക്രോണസ് ആയിട്ട് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതാണ് നമ്മൾ എന്ത് പേര്? സിംഗിൾ ഫേസ് സിങ്ക്രോണസ് മോട്ടറാണ്. അൺഎക്സൈറ്റഡ് സിംഗിൾ ഫേസ് സിങ്ക്രോണസ് മോട്ടർ. ഇതിലേക്ക് നമ്മൾ എക്സൈറ്റേഷൻ കൊടുക്കുന്നുണ്ടോ? റോട്ടറിലേക്ക് DC സപ്ലൈ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല. ആകെ കൊടുക്കുന്നത് എന്താണ്? സ്റ്റേറ്ററിലേക്ക് എന്ത് കൊടുക്കുന്നു? സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുന്നു. ഓക്കെ, സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അപ്പോൾ അതുകൊണ്ടാണ് അൺഎക്സൈറ്റഡ് എന്ന് വന്നത് കേട്ടോ. നമ്മൾ റോട്ടറിലേക്ക് സപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് അൺഎക്സൈറ്റഡ് എന്ന് വന്നത്. സ്റ്റേറ്ററിലേക്ക് സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുന്നു. റൊട്ടേറ്റിംഗ് ഫ്ലക്സ് അല്ലെങ്കിൽ റിവോൾവിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ റിവോൾവിംഗ് ഫ്ലക്സിന്റെ ഫോഴ്സ് കാരണം സാലിയന്റ് ആയിട്ടുള്ള ആ ഒരു പോർഷൻ, കാരണം അവിടെ റിലക്റ്റൻസ് കുറവാണ്, എയർ ഗ്യാപ്പ് കുറവാണ്, റിലക്റ്റൻസ് കുറവായിരിക്കും. അത് കാരണം ഫ്ലക്സിന്റെ എണ്ണം കൂടുതലായിരിക്കും. ആ ഫോഴ്സ് ആരെയും കൂടി വലിച്ചുകൊണ്ട് പോകും? നമ്മുടെ
ഈ സാലിയൻ്റ് പോലുള്ള ആ ഒരു പോർഷനും കൂടി വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ സ്റ്റേറ്റർ ഫ്ലക്സ് കറങ്ങുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ആര് കറങ്ങും? റോട്ടറും കൂടി കറങ്ങാൻ വേണ്ടി തുടങ്ങും. ദാറ്റ് ഈസ് ആ സമയത്ത് ഒരു ടോർക്ക് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റർ റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എക്സേർട്സ് റിലക്റ്റൻസ് ടോർക്ക് ഓൺ ദ അൺസിമെട്രിക്കൽ റോട്ടർ. റോട്ടർ അൺസിമെട്രിക്കൽ ആണ്, അപ്പോൾ എന്ത് എയർ ഗ്യാപ്പിൽ ഡിഫറൻസ് ഉണ്ട്. ടെൻഡിങ് ടു അലൈൻ ദ സാലിയന്റ് പോൾ ആക്സിസ് ഓഫ് ദ റോട്ടർ വിത്ത് ദ ആക്സിസ് ഓഫ് ദ റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അതേ ആക്സിസിൽ എന്തും ആരും കൂടി അലൈൻ ചെയ്യും? സാലിയന്റ് പോൾ ആക്സിസും കൂടി അലൈൻ ചെയ്യും. എന്തുകൊണ്ട് സാലിയന്റ് പോൾ ആക്സിസ് അലൈൻ ചെയ്യാൻ കാരണം ആ പൊസിഷനിൽ സാലിയന്റ് പോൾ ആക്സിസിലാണ് എന്തുണ്ടാവുക? റിലക്റ്റൻസ് ഏറ്റവും കുറവായിട്ടുണ്ടാവുക. രണ്ട് സാലിയന്റ് പോളിന്റെ ഇടയിലാണ് നോൺ സാലിയന്റ് സൈഡിൽ എന്തായിരിക്കും? എയർ ഗ്യാപ്പ് കൂടുതലായിരിക്കും. അത് കാരണം റിലക്റ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ആക്സിസിൽ തന്നെ എന്ത് സാലിയന്റ് പോൾ ആക്സിസ് വരുന്ന സമയത്ത് മോട്ടർ എന്ത് ചെയ്യുന്നു? കറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. റിലക്റ്റൻസ് ടോർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇഫ് ദ റിലക്റ്റൻസ് ടോർക്ക് ഈസ് സഫീഷ്യൻറ്റ് ടു സ്റ്റാർട്ട് ദ മോട്ടോർ, ആ റിലക്റ്റൻസ് ടോർക്കിന് മോട്ടറിനെയും അതിന്റെ ലോഡിനെയും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദ റോട്ടർ വിൽ പുൾ ഇൻ ടു സ്റ്റെപ്പ് വിത്ത് റിവോൾവിംഗ് ഫീൽഡ്. സ്റ്റേറ്റർ ഫ്ലക്സിന്റെ അതേ ഫീൽഡിലേക്ക് എന്ത് ചെയ്യും? റോട്ടർ എന്ത് ചെയ്യും? പുൾ ചെയ്യും. സിങ്ക്രോണിസത്തിലേക്ക് എത്തും. ആൻഡ് കണ്ടിന്യൂ ടു റൺ അറ്റ് ദ സ്പീഡ് ഓഫ് ദ റിവോൾവിംഗ് ഫീൽഡ്. റിവോൾവിംഗ് ഫീൽഡിന്റെ അതേ സ്പീഡിൽ തന്നെ എന്ന് വെച്ചാൽ സിങ്ക്രോണസ് സ്പീഡിൽ തന്നെ ആര് കറങ്ങും? റോട്ടറും കൂടി കറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, ഇനി ലോഡ് കൂടുതലാണെന്ന് വിചാരിക്കാം. ലോഡ് കൂടുതൽ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടുതൽ എന്ത് സംഭവിക്കും? റിലക്റ്റൻസ് ടോർക്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മോട്ടറിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. റിലക്റ്റൻസ് ടോർക്ക് എന്തായാലും കുറവാണ്. അത് കാരണം സിങ്ക്രോണസ് സ്പീഡിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല. അത് കാരണം എന്ത് സംഭവിക്കും? റോട്ടർ ഡ്രോപ്സ് ഔട്ട് ഓഫ് സ്റ്റെപ്പ് വിത്ത് ദ ഫീൽഡ്. സ്റ്റേറ്റർ ഫീൽഡിന്റെ സിങ്ക്രോണിസ് എന്തായി പോകും? നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, എന്നാൽ എന്ത് സംഭവിക്കും? അത് കാരണം മോട്ടർ എന്ത് ചെയ്യാൻ തുടങ്ങില്ല? കറങ്ങില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷൻ. ഇപ്പോൾ റിലക്റ്റൻസ് മോട്ടറിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ 0 അല്ലെങ്കിൽ സിങ്ക്രോണസ് സ്പീഡ്. എപ്പോഴും സിങ്ക്രോണസ് സ്പീഡിൽ മാത്രമേ എന്ത് ചെയ്യാൻ തുടങ്ങുള്ളൂ? കറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുള്ളൂ. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷനാണ് ഇത് യൂസ് ചെയ്യാം. എക്സാമ്പിൾ സിഗ്നലിംഗ് ഡിവൈസ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്, ടൈമർ, ഫോണോഗ്രാഫ്സ് എക്സെട്ര. ഇതിന്റെ ആപ്ലിക്കേഷൻ ഒന്ന് നോക്കി വെച്ചേക്കാം. കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷൻ, സിഗ്നലിംഗ് ഡിവൈസ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്, ടൈമർ, ഫോണോഗ്രാഫ്സ് എക്സെട്ര. അപ്പോൾ എപ്പോഴും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് സിങ്ക്രോണസ് മോട്ടറാണ്, കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷൻ ആണ്. പിന്നെ എൻ്റെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ. ഇതാണ് റിലക്റ്റൻസ് മോട്ടോർ. ഓക്കെ, നെക്സ്റ്റ് ഹിസ്റ്ററിസിസ് മോട്ടോർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. ഹിസ്റ്ററിസിസ് മോട്ടോർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിക്കാറുണ്ട്. ഹിസ്റ്ററിസിസ് മോട്ടോർ. ഹിസ്റ്ററിസിസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എന്താ? ഹിസ്റ്ററിസിസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ മാഗ്നറ്റിസം ചെയ്യുന്ന സമയത്ത് BH കർവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? BH എന്താണ്? മാഗ്നറ്റിസം, സോറി H X ആക്സിസിൽ, B Y ആക്സിസിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൊടുക്കുകയാണ്. ഫ്ലക്സ് ഇത് MMF കൊടുക്കുകയാണ്. MMF കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഫ്ലക്സ് കൂടി 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 പോകും, ഇൻക്രീസ് ചെയ്യും. ഫ്ലക്സ് ഡെൻസിറ്റി കൂടും. മാക്സിമം എത്തിക്കഴിഞ്ഞു, സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? MMF കുറക്കാണ്. എച്ചിൻ്റെ വാല്യൂ കുറക്കാണ്. കുറക്കുമ്പോൾ സംഭവിക്കും ഇത് ഇതേ പൊസിഷനിലേക്ക്, ഇതേ പാത്തിലൂടെ ഫോർവേഡ് പോയ അതേ പാത്തിലൂടെ അല്ല തിരിച്ചു വരുന്നത്. എന്താണ്? വേറൊരു പാത്തിലൂടെ തിരിച്ചു പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ H 0 ആക്കിയാലും എന്തുണ്ടാവും? അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിട്ടൻറ്റിവിറ്റി. H 0 ആണെങ്കിലും നമുക്ക് ഓൾറെഡി അതിനകത്ത് എന്ത് ഉണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിട്ടൻറ്റിവിറ്റി. അപ്പോൾ ഈ റിട്ടൻറ്റിവിറ്റി വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന മോട്ടറാണ് ഹിസ്റ്ററിസിസ്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഹിസ്റ്ററിസിസ് ലോസ് എന്നൊക്കെ പറഞ്ഞത്. അതിനെ വീണ്ടും 0 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് വർക്കും കൂടി കൊടുക്കണം അല്ലേ? ഫ്ലക്സ് ഡെൻസിറ്റി 0 ആക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് വർക്കും കൂടി കൊടുക്കണം. അപ്പോൾ ഇവിടെ കോഴ്സിവിറ്റി വന്നു, വീണ്ടും നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ഇൻക്രീസ് ചെയ്ത്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു സാധനം വന്ന്, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ലോസ്, ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസസിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്ററിസിസ് ലോസ്. അതിനാണ് ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് ആ ഒരു എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മോട്ടറാണ് എന്ത്? ഹിസ്റ്ററിസിസ് മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ദ സ്റ്റേറ്റർ ഹാസ് 2 വൈൻഡിങ്സ്. സ്റ്റേറ്ററിൽ 2 വൈൻഡിങ്സ് ഉണ്ടാവും. വിച്ച് റിമൈൻ കണക്റ്റഡ് ടു ദ സിംഗിൾ ഫേസ് സപ്ലൈ. ആ 2 വൈൻഡിങ് സിംഗിൾ ഫേസ് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഷെയ്ഡഡ് പോൾ പ്രിൻസിപ്പിൾ ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുക. 2 ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഷെയ്ഡഡ് പോൾ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാറുണ്ട്. കപ്പാസിറ്റർ ടൈപ്പ് മോട്ടറും ഇതിനകത്ത് എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഷെയ്ഡഡ് പോൾ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പോളിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് അവിടെ ഒരു കോപ്പർ ബാൻഡ് വെച്ചു, അതായത് ഷെയ്ഡിങ് പോർഷൻ, അൺഷെയ്ഡിങ് പോർഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെയാണ് ഷെയ്ഡഡ് പോൾ മോട്ടർ. ഒന്നുകിൽ ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യും, കാരണം ഇതിൻ്റെ അടുക്ക് എന്ത് വേണം? ഫേസ് ഡിഫറൻസ് വേണം. നമ്മൾ സിംഗിൾ ഫേസ് മോട്ടറിനെ 2 ഫേസ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞായിരുന്നു ഫസ്റ്റത്തെ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഷെയ്ഡഡ് പോൾ പ്രിൻസിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കപ്പാസിറ്റർ വഴി. കപ്പാസിറ്റർ എന്താണ്? ഒന്ന് മറ്റേനേക്കാൾ എന്തെങ്കിലും ലീഡിങ്, മെയിൻ വൈൻഡിങ്ങും ഓക്സിലറി വൈൻഡിങ് എന്തെങ്കിലും ലീഡിങ് ഉണ്ടാവും. ഒന്ന് കപ്പാസിറ്റർ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയ്ഡഡ് പോൾ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? സിംഗിൾ ഫേസിനെ 2 ഫേസ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്റ്റാർട്ടിങ് സമയത്ത് മാത്രം 2 ടൈപ്പ് യൂസ് ചെയ്യാം. ഷെയ്ഡഡ് പോൾ ആണെങ്കിലും കപ്പാസിറ്റർ ടൈപ്പ് ആണെങ്കിലും നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? സെൻട്രിഫ്യൂഗൽ സ്വിച്ച്
യൂസ് ചെയ്യുന്നില്ല. കാരണം ഫുൾ ടൈം കപ്പാസിറ്റർ എന്തിലുണ്ടാവും, സർക്യൂട്ടിൽ തന്നെ ഉണ്ടാവും. ഇനി റോട്ടർ, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, റോട്ടർ ഹാസ് നോ വൈൻഡിങ്. റോട്ടറിലേക്ക് എന്തുണ്ടാവില്ല, വൈൻഡിങ് ഉണ്ടാവില്ല. അതിൻ്റെ പകരം എന്തായിരിക്കും, സ്മൂത്ത് ക്രോം സ്റ്റീൽ സിലിണ്ടർ. ഒരു സിലിണ്ടർ ആണ് ഇവിടെ ഉണ്ടാവുക. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ക്രോം സ്റ്റീൽ വിച്ച് ഈസ് ഹാവിങ് ഹൈ റിട്ടൻറ്റിവിറ്റി. റിട്ടൻറ്റിവിറ്റി കൂടുതലായിരിക്കും. റിട്ടൻറ്റിവിറ്റി എന്താ, നമുക്കിവിടെ ഇത് 0 ആണെങ്കിൽ, H0 ആണെങ്കിലും അവിടെ എന്തുണ്ടാവും, ഒരു ഫ്ലക്സ് ഉണ്ടാവും, ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ടാവും. ആ ഫ്ലക്സ് ഡെൻസിറ്റി, ആ പ്രോപ്പർട്ടീനെ വിളിക്കുന്നത്, ഇത്രയും സാധനമാണ് റിട്ടൻറ്റിവിറ്റി ഉള്ളത്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് റിട്ടൻറ്റിവിറ്റി എന്ന് പറയാം. അപ്പോൾ റിട്ടൻറ്റിവിറ്റി കൂടുതലുള്ള ക്രോം സ്റ്റീൽ സിലിണ്ടർ ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, റോട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിട്ടൻറ്റിവിറ്റി കൂടുതലായത് കൊണ്ട് തന്നെ ഹിസ്റ്ററിസിസ് ലോസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ആ ഹിസ്റ്ററിസിസ് ലോസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഹിസ്റ്ററിസിസ് മോട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് കൂടുതലുള്ള മെറ്റീരിയൽ വേണം യൂസ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഹൈ റിട്ടൻറ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ വേണം യൂസ് ചെയ്യാൻ. അതാണ് ക്രോം സ്റ്റീൽ എന്ന് പറയാം. ഓക്കെ, അതല്ലാതെ ഇതിൽ വൈൻഡിങ് കാര്യങ്ങളൊന്നുമില്ല. ക്രോം സ്റ്റീൽ സിലിണ്ടർ ആണ് യൂസ് ചെയ്യുക. കാരണം ചെറിയ ചെറിയ മോട്ടോഴ്സാണ്, വലിയ പവറുള്ള മോട്ടോഴ്സ് ഒന്നും ആയിരിക്കില്ല. ഹിസ്റ്ററിസിസ് മോട്ടോർ എന്ന് പറയുന്നത് FHP മോട്ടോഴ്സാണ്, ഫ്രാക്ഷണൽ ഹോഴ്സ് പവർ. ഓക്കെ, 1 HP ഒന്നും ഉണ്ടാവില്ല, 0.5 ആ ഒരു റേഞ്ചിൽ, 1.5 ഫ്രാക്ഷണലായിട്ട് വരുന്ന ടൈപ്പ് മോട്ടോഴ്സിലാണ് ഇതൊക്കെ വരുന്നത്. ചെറിയ ചെറിയ മോട്ടോഴ്സാണ്. ഓക്കെ, ഇപ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് കൂടുതലുള്ള ഹൈ റിട്ടൻറ്റിവിറ്റി ഉള്ള മെറ്റീരിയലാണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, റോട്ടറായിട്ട് യൂസ് ചെയ്യുന്ന. വൈൻഡിങ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്ററിൻ്റെ ഇതുണ്ടോ, ഷേഡിങ് പോൾ വെച്ചേക്കുന്നുണ്ടോ, സ്റ്റേറ്ററിൽ ഷേഡിങ് പോൾ വെച്ചിട്ടുണ്ട്, ഷേഡിങ് പോള്. അതേപോലെ ഇതാണ് റോട്ടർ, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് റോട്ടർ ഉണ്ടാവുക. അപ്പോൾ സ്റ്റേറ്ററിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു. സപ്ലൈ കൊടുക്കുന്ന സമയത്ത് അത് മാഗ്നറ്റ് ആവുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഇത് നോക്കാം. ബിക്കോസ് ഓഫ് ദ ഹൈ റിട്ടൻറ്റിവിറ്റി ഓഫ് ദ റോട്ടർ മെറ്റീരിയൽ. ഓക്കെ, റോട്ടർ മെറ്റീരിയൽ എന്താ, റിട്ടൻറ്റിവിറ്റി കൂടുതലാണ്. ഓക്കെ, റിട്ടൻറ്റിവിറ്റി കൂടുതൽ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, അപ്പോൾ വൺസ് മാഗ്നറ്റൈസ് ചെയ്ത് നോർത്ത് പോളും സൗത്ത് പോളും ആയിക്കഴിഞ്ഞാൽ അതെന്താണ്, അതിനകത്ത് തന്നെ റിട്ടൻറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താ, അത് നിലനിർത്താനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നോർത്ത് ഇത് വരുന്നു, നോർത്ത് പോളും സൗത്ത് പോളും ആവുന്നപ്പോഴാണ് പോസിറ്റീവ് നെഗറ്റീവ് ആവുന്നത്. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് വരുന്ന സമയത്ത് എന്താവും, നോർത്ത് പോൾ സൗത്ത് പോൾ ആവുന്നുണ്ട് അല്ലേ, നോർത്ത് പോൾ മാറി സൗത്ത് പോൾ ആവുന്നുണ്ട്. പക്ഷേ റിട്ടൻറ്റിവിറ്റി കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ പൊളാരിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഓൺസ് ഇതൊരു റോട്ടറിലേക്ക് ഇൻഡ്യൂസ് ആയി കഴിഞ്ഞാൽ, നോർത്ത് പോളും സൗത്ത് പോളും ഇൻഡ്യൂസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ പൊളാരിറ്റി എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. കാരണം റിട്ടൻറ്റിവിറ്റി എന്താണ്, കൂടുതലാണ്. അതേ പൊളാരിറ്റി റീറ്റെയിൻ ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. Okay, that is because of high retentivity of the rotor material, it is very difficult to change the magnetic polarities once they are induced in the rotor by the revolving flux. അപ്പോൾ സ്റ്റേറ്ററിൽ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു, ആ ഫ്ലക്സ് കാരണം എന്തുണ്ടാവും, റോട്ടറിലേക്കും എന്തെത്തും, ഫ്ലക്സ് എത്തും. ഫ്ലക്സ് കാരണം ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു, സപ്പോസ് ഇവിടെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളായി എന്ന് വിചാരിക്കാം. ഓക്കെ, നോർത്ത് പോളും സൗത്ത് പോളായി. ഇനി അടുത്ത് ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇത് ഇപ്പുറത്തെ സൗത്ത് പോൾ, നോർമൽ മോട്ടർ ആണെങ്കിൽ ഇവിടെ സൗത്ത് പോളും ഇവിടെ നോർത്ത് പോളാവും. ഓക്കെ, കാരണം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇതും ചേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഹിസ്റ്ററിസിസ് മോട്ടറിൻ്റെ കേസിൽ റോട്ടറിൻ്റെ റിട്ടൻറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. വൺസ് ഇത് നോർത്ത് പോൾ ആണെങ്കിൽ എന്തായിരിക്കും, ഫുൾ ടൈം നോർത്ത് പോൾ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, റിവോൾവിങ് ഫ്ലക്സിൻ്റെ അതേ, ഇവിടെ നോർത്ത് ആണെങ്കിൽ ഇവിടെ സൗത്ത് എന്ന് വിചാരിക്കാം. അപ്പോൾ എപ്പോഴും ഇവിടെ സൗത്ത് ഇവിടെ നോർത്ത്, സപ്പോസ് ഇവിടെ സൗത്ത് നോർത്ത് ആണെങ്കിൽ എപ്പോഴും ഇവിടെ എന്തുണ്ടാകും, ഒരു ലോക്കിംഗ് സംഭവിക്കും. ഓക്കെ, സൗത്ത് പോളും ഇവിടുത്തെ നോർത്ത് പോളും തമ്മിൽ ഒരു മാഗ്നറ്റിക് ലോക്കിംഗ് സംഭവിക്കും. എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് എന്താവും, വീണ്ടും സൗത്ത് പോൾ വരും. അത് മാറുന്നുണ്ടല്ലോ, ഇവിടെ സൗത്ത് പോൾ അപ്പോഴും ഇവിടെ എന്തായിരിക്കും, നോർത്ത് പോൾ തന്നെ ആയിരിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല, സൗത്ത് പോളും നോർത്ത് പോളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ആകെ സ്റ്റേറ്ററിൻ്റെ ഇത് മാത്രം സൗത്ത് പോളും നോർത്ത് പോളും ചേഞ്ച് ആവുന്നുള്ളൂ. റോട്ടറിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ റോട്ടർ റിവേഴ്സ് സിങ്ക്രോണസ്ലി ബിക്കോസ് ദ റോട്ടർ പോൾസ് മാഗ്നറ്റിക്കലി ലോക്കപ്പ് വിത്ത് ദ റിവോൾവിംഗ് സ്റ്റേറ്റർ പോൾസ് ഓഫ് ഓപ്പോസിറ്റ് പൊളാരിറ്റി. അപ്പോൾ ഇവിടെ സ്റ്റേറ്ററിൻ്റെ സൗത്ത് പോൾ വരും, ഇവിടെ സ്റ്റേറ്ററിൻ്റെ എന്ത് വരും, നോർത്ത് പോൾ വരും. അപ്പോൾ റൊട്ടേറ്റിംഗ് ഫ്ലക്സ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ആരും റൊട്ടേറ്റ് ചെയ്യും, നമ്മുടെ സ്റ്റേറ്ററും കൂടി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ സൗത്ത് പോൾ ഇപ്പുറത്തെത്തുന്ന സമയത്ത് എന്ത് വരും, ഇവിടെ സൗത്ത് പോൾ വരും. ഓക്കെ, അപ്പോൾ റോട്ടറും എന്തെത്തിയിട്ടുണ്ടാവും, ഇവിടെ കറങ്ങുന്നുണ്ടല്ലോ, കറങ്ങുമ്പോൾ ഇവിടെ നോർത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ഇവിടെ എന്തുണ്ടാവും, ഒരു ലോക്കിംഗ് സംഭവിക്കും. എന്ന് വെച്ചാൽ സ്റ്റേറ്റർ ഫ്ലക്സിൻ്റെ അതേ സ്പീഡിൽ തന്നെ ആരും കൂടി കറങ്ങും, റോട്ടറും കൂടി കറങ്ങുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹിസ്റ്ററിസിസ് മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ സിങ്ക്രോണസ് മോട്ടോർ. ഹിസ്റ്ററിസിസ് മോട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിങ്ക്രോണസ് മോട്ടറാണ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് ദ മോട്ടോർ എക്സ്ട്രീംലി ക്വൈറ്റ് ഇൻ ഓപ്പറേഷൻ. സൗണ്ടും കാര്യങ്ങൾ, വൈബ്രേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ക്വൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കും, സൈലൻറ്റ് ഓപ്പറേഷൻ ആയിരിക്കും. ആൻഡ് ഫ്രീ ഫ്രം മെക്കാനിക്കൽ ആൻഡ് മാഗ്നറ്റിക് വൈബ്രേഷൻസ്. ഹിസ്റ്ററിസിസ് മോട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്രീ ഫ്രം മെക്കാനിക്കൽ ആൻഡ് മാഗ്നറ്റിക് വൈബ്രേഷൻസ്.
ഓക്കെ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻസിൽ വരുന്ന സ്പെഷ്യൽ സാധനമാണ് ഹിസ്റ്ററിസിസ് മോട്ടർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് ടേപ്പ് ഡെക്സ്, ഓക്കെ, ടേൺ ടേബിൾസ്, നമ്മൾ ചേഞ്ച് ചെയ്യുന്ന നമ്മുടെ ഇതിലൊക്കെ ഉണ്ടല്ലോ, എന്താ പേര്, ഗ്രാമഫോൺ ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ, അതിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതർ പ്രൊസിഷൻ ഓഡിയോ എക്വിപ്മെൻറ്റ്സ്, ടേപ്പ് റെക്കോർഡറിൽ യൂസ് ചെയ്യുന്നത്, അതാണ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ടേപ്പ് റെക്കോർഡറിൽ യൂസ് ചെയ്യുന്ന മോട്ടർ ഏതാണ്? ഹിസ്റ്ററിസിസ് മോട്ടറാണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, മെക്കാനിക്കൽ വൈബ്രേഷൻസും മാഗ്നറ്റിക് വൈബ്രേഷൻസും ഒക്കെ എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി ഹിസ്റ്ററിസിസ് മോട്ടറിനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഇറ്റ് ആക്സിലറേറ്റ്സ് റാപ്പിഡ്ലി, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ആക്സിലറേഷൻ ചെയ്യും. ദാറ്റ് ഈസ് സ്പീഡ് 0 ഫുൾ സ്പീഡിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും. ഓക്കെ, ഹിസ്റ്ററിസിസ് മോട്ടർ ആക്സിലറേറ്റ്സ് റാപ്പിഡ്ലി ചേഞ്ചിങ് ഫ്രം റെസ്റ്റ് ടു ഫുൾ ലോഡ് സ്പീഡ് ഇൻസ്റ്റന്റേനിയസ്ലി. ഇറ്റ് കനോട്ട് ആക്സിലറേറ്റ് ഗ്രാജുവലി ആസ് ആൻ ഓർഡിനറി മോട്ടർ, സാധാ മോട്ടർ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, സ്പീഡിലേക്ക് എത്തുള്ളൂ. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, റാപ്പിഡ് ആയിട്ട് എന്ത് ചെയ്യും, സ്പീഡിലേക്ക് എത്തും. ഇത് രണ്ട് സ്പീഡാണല്ലോ, ഒന്നുകിൽ സിങ്ക്രോണസ് സ്പീഡ് അല്ലെങ്കിൽ 0. നമ്മുടെ സിങ്ക്രോണസ് സ്പീഡാണ് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഹിസ്റ്ററിസിസ് മോട്ടർ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എയ്തർ ഓപ്പറേറ്റിംഗ് അറ്റ് സിങ്ക്രോണസ് സ്പീഡ് ഓർ നോട്ട് അറ്റ് ഓൾ, ഒന്നുകിൽ സിങ്ക്രോണസ് സ്പീഡിൽ കറങ്ങുക അല്ലെങ്കിൽ 0 മിണ്ടാതിരിക്കാം, കറങ്ങാതിരിക്കാം. ഓക്കെ, ഇനി ടോർക്ക് റിമൈൻസ് പ്രാക്ടിക്കലി കോൺസ്റ്റന്റ് ഫ്രം ലോക്ക്ഡ് റോട്ടർ ടു സിങ്ക്രോണസ് സ്പീഡ്. അതായത് നമ്മൾ റോട്ടറിനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ടോർക്ക് എന്തായിരിക്കും, സെയിം തന്നെ, കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് സിങ്ക്രോണസ് സ്പീഡ് മുതൽ ടോർക്ക് റിമൈൻസ് പ്രാക്ടിക്കലി കോൺസ്റ്റന്റ് ഫ്രം ലോക്ക്ഡ് റോട്ടർ ടു സിങ്ക്രോണസ് സ്പീഡ്. അതായത് നമ്മൾ ഫുള്ള് ലോക്ക് ചെയ്ത് സിങ്ക്രോണസ് സ്പീഡിൽ നിന്ന് കറങ്ങിയിരുന്ന മെഷീൻ നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ സ്പീഡ് എത്ര ആയിരിക്കും, 0 ആയിരിക്കും അല്ലേ. ഈ രണ്ട് കണ്ടീഷൻ വരുന്ന സമയത്തും ഇതിൻ്റെ ഇടയിൽ ടോർക്ക് എന്ത് തന്നെ ആയിരിക്കും, കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റന്റ് ലോഡിലാണ് ഇത് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് റോട്ടർ ഈസ് സ്മൂത്ത്, കാരണം വൈൻഡിങ് ബാക്കി കാര്യങ്ങളൊന്നുമില്ല, ക്രോം സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്, സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് വൈൻഡിങ്, ബാക്കി കാര്യങ്ങളൊന്നുമില്ല, അത് കാരണം സ്മൂത്ത് ആയിരിക്കും. അത് കാരണം മാഗ്നറ്റിക് പൾസേഷൻസ്, മെക്കാനിക്കൽ വൈബ്രേഷൻസ്, ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് മോട്ടർ ഓപ്പറേറ്റ്സ് ക്വൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കും ഇതിൻ്റെ റോട്ടർ എന്ന് പറയുന്നത്, ഹിസ്റ്ററിസിസ് മോട്ടറിൻ്റെ റോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഹിസ്റ്ററിസിസ് മോട്ടർ ബാക്കി ഇപ്പം എന്ന് പറഞ്ഞ മോട്ടേഴ്സിൽ മുമ്പ് ചോദിച്ചേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹിസ്റ്ററിസിസ് മോട്ടർ ഈസ്, ഹിസ്റ്ററിസിസ് മോട്ടർ ഫസ്റ്റ് ഓപ്ഷൻ നോട്ട് എ സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടർ. ഓക്കെ, ഹിസ്റ്ററിസിസ് മോട്ടർ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്, അതിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഈസ് എ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ, ശരിയാണല്ലോ അല്ല, കാരണം സിങ്ക്രണസ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്തായിരിക്കും, സിങ്ക്രണസ് സ്പീഡിലാണ്, കോൺസ്റ്റന്റ് സ്പീഡ്. അടുത്ത ഓപ്ഷൻ കൂടി നോക്കാം, നീഡ് ഡി സി എക്സൈറ്റേഷൻ, വേണോ? ഡി സി എക്സൈറ്റേഷൻ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം എന്താ, ഇത് എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്, അൺഎക്സൈറ്റഡ് സിംഗിൾ ഫേസ് സിങ്ക്രണസ് ഇതിലാണ് വരുന്നത്. കാരണം അൺഎക്സൈറ്റഡ് എന്ന് പറയാൻ തന്നെ കാരണം എന്താ, റോട്ടറിലേക്ക് ഡി സി സപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ആൻസർ എന്താണ്, തെറ്റാണ്. കനോട്ട് ബി റൺ ഇൻ റിവേഴ്സ് സ്പീഡ്, ഇത് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും, കറക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആൻസർ എന്തായിരിക്കും, ഇസ് എ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ. ഹിസ്റ്ററിസിസ് മോട്ടർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടറാണ്, അതായത് സിങ്ക്രണസ് സ്പീഡ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ഫുൾ ടൈം കറങ്ങുക, അല്ലെങ്കിൽ 0. രണ്ട് സ്പീഡ് മാത്രമേ ആകെയുള്ളൂ, ഒന്നുകിൽ സിങ്ക്രണസ് സ്പീഡ് അല്ലെങ്കിൽ മോട്ടർ കറങ്ങാതിരിക്കാം. നെക്സ്റ്റ്, ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ഹിസ്റ്ററിസിസ് മോട്ടോർ ഈസ് റിവേഴ്സ്ഡ് ബൈ. എങ്ങനെയാണ് ഹിസ്റ്ററിസിസ് മോട്ടറിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു, റിവേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അത് റിവേഴ്സ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കുക. ഷിഫ്റ്റ് ഷെയ്ഡഡ് പോൾ വിത്ത് റെസ്പെക്ട് ടു മെയിൻ പോൾ. ഓക്കെ, ഷെയ്ഡഡ് പോളിനെ ഷിഫ്റ്റ് ചെയ്യുക. അടുത്ത റിവേഴ്സിങ് ദ സപ്ലൈ ലീഡ്, സപ്ലൈ റിവേഴ്സ് ചെയ്ത് കൊടുക്കുക. സി എയ്തർ എ ആൻഡ് ബി, എ യൂസ് ചെയ്യാം, ബി യൂസ് ചെയ്യാം, ഡി നൺ ഓഫ് ദ എബോ. ആൻസർ ഒന്ന് നോക്കി വെച്ചേക്കാം. ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ, ഷിഫ്റ്റ് ദ ഷെയ്ഡഡ് പോൾ വിത്ത് റെസ്പെക്ട് ടു മെയിൻ പോൾ. ഓക്കെ, ഷെയ്ഡ് പോൾ എന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് പോൾ എന്ന് പറഞ്ഞത്, ഇതാണ് മെയിൻ പോൾ, അതിൽ നിന്ന് ഷെയ്ഡഡ് പോൾ ഉണ്ട്, ഇതാണ് ഷെയ്ഡഡ് പോൾ. ഷെയ്ഡഡ് പോൾ എവിടെ നമ്മൾ ചെയ്യുന്നത്, അതായത് ഒരു എൻഡിൽ നിന്ന് 1/3 പോർഷനിലാണ് ഈ ഒരു കട്ട് വരുന്നത്, അതിലേക്കാണ് ഷെയ്ഡിങ് പോൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് നമ്മുടെ എന്തായിരുന്നു ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്ത് എങ്ങോട്ടേക്ക് പോകും, ഈ ഒരു ഇവിടെ വരാനുള്ള ടെൻഡൻസി കാണിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നേരെ തിരിച്ചു കൊടുത്താലോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മെയിൻ പോൾ ഷെയ്ഡിങ് പോളിൻ്റെ ഡയറക്ഷൻ ഞാൻ ചേഞ്ച് ചെയ്യാണ്, ഇപ്പുറത്തെ സൈഡിലേക്കാണ് ഷെയ്ഡിങ് പോൾ കൊടുക്കുന്നത് വിചാരിക്കാം. എന്ത് സംഭവിക്കും, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഷെയ്ഡിങ് അൺഷെയ്ഡഡ് പോർഷൻ ഷെയ്ഡഡ് പോർഷനിലേക്ക് വരാനാണ് ടെൻഡൻസി കാണിക്കുക. ഫ്ലക്സ് ഇവിടെ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യും, അടുത്ത് ഇങ്ങോട്ടേക്ക് വരും. ഫ്ലക്സിൻ്റെ പൊസിഷൻ എന്താണ്, ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരുന്നത് എന്ത് ചെയ്യും, തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, റോട്ടർ ആ ഡയറക്ഷനിലേക്ക്, ഫ്ലക്സിൻ്റെ അതനുസരിച്ചിട്ടാണ് റോട്ടർ കറങ്ങുക. അപ്പോൾ റോട്ടർ ഫ്ലക്സ് നമ്മളെ ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഫ്ലക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ആ ഡയറക്ഷനിലേക്കാണ് റോട്ടർ പോകുക. ആദ്യം ഇങ്ങനെയായിരുന്നു പോയിരുന്നത്, ഇപ്പം എന്ത് ചെയ്യും, ഇപ്പുറത്തെ സൈഡിലേക്ക് എന്ത് ചെയ്യും, റോട്ടർ പോകാനുള്ള ടെൻഡൻസി കാണിക്കും. അതായത് ഷെയ്ഡഡ് പോളിൻ്റെ മെയിൻ പോളായിട്ട്
കമ്പയർ ചെയ്യുന്ന സമയത്ത് റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഷെയ്ഡഡ് പോളിൻ്റെ പൊസിഷൻ ഷിഫ്റ്റിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, മോട്ടറിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. അത് ഈ മോട്ടർ മാത്രമല്ല, ഷെയ്ഡഡ് പോൾ മോട്ടറിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സപ്പോസ് ക്വസ്റ്റ്യൻ ഷെയ്ഡഡ് പോൾ മോട്ടറിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ചോദിച്ചാൽ ആൻസർ എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. കാരണം ഫ്ലക്സിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, റോട്ടറിൻ്റെ മൂവ്മെൻറ്റ് അവിടെ വരിക. അപ്പോൾ ഫ്ലക്സിൻ്റെ മൂവ്മെൻറ്റ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഷെയ്ഡഡ് പോളിനെ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും, റൊട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, ഷിഫ്റ്റ് ദ ഷെയ്ഡഡ് പോൾ വിത്ത് റെസ്പെക്ട് ടു ദ മെയിൻ പോൾ. ഓക്കെ, നെക്സ്റ്റ്, ദ മോട്ടോർ സ്യൂട്ടബിൾ ഫോർ സിഗ്നലിംഗ് ഡിവൈസ്. നമ്മൾ ഓപ്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ സമയത്ത് സിഗ്നലിങ്ങിന് യൂസ് ചെയ്യുന്ന മോട്ടോർ, കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷൻ സിഗ്നലിംഗ് ഡിവൈസ് യൂസ് ചെയ്യുന്ന മോട്ടറാണ് റിലക്റ്റൻസ് മോട്ടോർ. ഓക്കെ, മോട്ടോർ സ്യൂട്ടബിൾ സിഗ്നലിംഗ് ഡിവൈസ് ഈസ് റിലക്റ്റൻസ് മോട്ടോർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. വിച്ച് സിംഗിൾ ഫേസ് മോട്ടോർ വുഡ് യു സെലക്ട് ഫോർ എ ടാപ്പ് റെക്കോർഡർ? ഇതാണ് മുമ്പ് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. ടാപ്പ് റെക്കോർഡറിൽ യൂസ് ചെയ്യുന്ന മോട്ടോർ ഏതാണ്, ഹിസ്റ്ററിസിസ് മോട്ടോർ. ഹിസ്റ്ററിസിസ് മോട്ടോർ. ദ റോട്ടർ ഓഫ് എ ഹിസ്റ്ററിസിസ് മോട്ടോർ ഈസ് മേഡപ്പ് ഓഫ് കാസ്റ്റ് അയൺ, അലുമിനിയം, കോപ്പർ, ക്രോം. കാരണം ഇത് പറയാൻ കാരണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മോട്ടറാണ്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പോവാം. കാരണം ഇതിൽ റോട്ടർ വൈൻഡിങ് ഇല്ല, ക്രോം സ്റ്റീൽ മെറ്റീരിയലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹിസ്റ്ററിസിസ് മോട്ടോർ ക്രോം സ്റ്റീലാണ് റോട്ടർ യൂസ് ചെയ്തേക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് മോട്ടോർ ഡസ് നോട്ട് ഹാവ് വൈൻഡിങ് ഓൺ ഇറ്റ്? ഇതിൽ ഏത് മോട്ടറിലാണ്, റോട്ടറിലാണ് ശരിക്കും പറയേണ്ടത്, ഏത് റോട്ടറിലാണ് വൈൻഡിങ് ഇല്ലാത്തത്? ഹിസ്റ്ററിസിസ് റോട്ടർ, റിപ്പൾഷൻ മോട്ടോർ, യൂണിവേഴ്സൽ, റിലക്റ്റൻസ്. റിപ്പൾഷൻ മോട്ടറിൽ എന്തുണ്ട്, വൈൻഡിങ് ഉണ്ട്, കാരണം 2 വൈൻഡിങ് വരെ അതിനകത്ത് ഉണ്ടാവും, നമ്മൾ നേരത്തെ പറഞ്ഞു. റിലക്റ്റൻസ് മോട്ടോർ നോക്കിയ സമയത്ത് അതിനകത്ത് എന്തുണ്ട്, റോട്ടറിൽ വൈൻഡിങ് ഉണ്ട്. യൂണിവേഴ്സൽ മോട്ടറിൽ എന്തായാലും എന്തുണ്ടാവും, വൈൻഡിങ് ഉണ്ടാവും. യൂണിവേഴ്സൽ മോട്ടോർ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ എ സിയിലും വർക്ക് ചെയ്യും, ഡി സിയിലും വർക്ക് ചെയ്യും. അപ്പോൾ രണ്ടിലും എന്ത് വേണം, നമുക്ക് റോട്ടറിൽ വൈൻഡിങ് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഹിസ്റ്ററിസിസ് മോട്ടോർ നമ്മൾ നേരത്തെ തന്നെ ഒരു കേസ് പറഞ്ഞിരുന്നത് എന്താ, റോട്ടറിൽ എന്തുണ്ടാവില്ല, വൈൻഡിങ് ഉണ്ടാവില്ല, ക്രോം സ്റ്റീൽ മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് മോട്ടറിലാണ് വൈൻഡിങ് ഇല്ലാത്തതെന്ന് വെച്ചാൽ ഏതായിരിക്കും, ഹിസ്റ്ററിസിസ് മോട്ടറാണ് ആൻസർ. ഇനി ഹിസ്റ്ററിസിസ് മോട്ടോർ, ദ റോട്ടർ മസ്റ്റ് ഹാവ് റിട്ടൻറ്റിവിറ്റി, റെസിസ്റ്റിവിറ്റി, സസെപ്റ്റിബിലിറ്റി, നൺ ഓഫ് ദ എബോവ്. അത് ആലോചിക്കുന്നത് എന്താണ്, ഹിസ്റ്ററിസിസ് മോട്ടർ എന്ന് പറയുന്നത് തന്നെ ഹിസ്റ്ററിസിസ് ലോസ് ആലോചിക്കുക. ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഇൻക്രീസ് ചെയ്ത് പോകുന്നു, തിരിച്ച് 0 ആവുന്നു. ഈ ഒരു സാധനം ഉണ്ടല്ലോ, H 0 ആയാലും അവിടെ ബാക്കിയാവുന്ന സാധനം റിട്ടൈൻ ചെയ്യുക, റിട്ടൻറ്റിവിറ്റി. എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്, ഹൈ റിട്ടൻറ്റിവിറ്റി ഉള്ള മെറ്റീരിയലാണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, റോട്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. കാരണം റിട്ടൻറ്റിവിറ്റി കൂടിയാൽ ഹിസ്റ്ററിസിസ് ലോസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, ദ റോട്ടർ മസ്റ്റ് ഹാവ് ഹൈ റിട്ടൻറ്റിവിറ്റി. ഇനി റിലക്റ്റൻസ് മോട്ടോഴ്സ് ആർ, ഓപ്ഷൻ ഡബിളി എക്സൈറ്റഡ്, സിംഗിളി എക്സൈറ്റഡ്, എയ്തർ എ ഓർ ബി, നൺ ഓഫ് ദ അബോവ്. ഓക്കെ, അപ്പോൾ ഇതിന് റിലക്റ്റൻസ് മോട്ടോർ അറിയുന്നേക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ റിലക്റ്റൻസ് മോട്ടറും ഹിസ്റ്ററിസിസ് മോട്ടറും പറയുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക. എന്താണ്, അൺഎക്സൈറ്റഡ്, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അൺഎക്സൈറ്റഡ് സിംഗിൾ ഫേസ് സിങ്ക്രണസ് മോട്ടോർ. ഓക്കെ, അപ്പോൾ സിങ്ക്രണസ് മോട്ടറിൻ്റെ പ്രത്യേകത എന്താ, സിംഗിളസ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഡബിളി എക്സൈറ്റഡ് ആണ്. അതിൽ സ്റ്റേറ്ററിലേക്ക് AC സപ്ലൈ കൊടുക്കുകയും വേണം, റോട്ടറിലേക്ക് എന്തും കൂടി കൊടുക്കണം, DC സപ്ലൈയും കൂടി കൊടുക്കണം. അപ്പോൾ ഇതെന്താണ്, ഡബിളി എക്സൈറ്റഡ് ആണ്. ഇത് നോർമൽ ഒരു സിങ്ക്രണസ് മോട്ടർ. അപ്പോൾ അൺഎക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടർ എന്ന് വെച്ചാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, സ്റ്റേറ്ററിലേക്ക് നമ്മൾ എന്തായാലും സപ്ലൈ കൊടുക്കണം, പക്ഷേ റോട്ടറിലേക്ക് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, DC സപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പേര് വന്ന അൺഎക്സൈറ്റഡ് എന്ന് പറയും, DC കൊടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ. അൺഎക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടറിൻ്റെ 2 ഓപ്ഷൻ ഇതാണെന്ത്, ഒന്ന് റിലക്റ്റൻസ് മോട്ടറും രണ്ടാമത്തെ ഹിസ്റ്ററിസിസ് മോട്ടറും. ഇപ്പോൾ പത്ത് സാധനങ്ങൾ, റിലക്റ്റൻസും ഹിസ്റ്ററിസും. അപ്പോൾ എത്രയേ ഉള്ളൂ, ഒറ്റ എക്സൈറ്റേഷൻ മാത്രമല്ലേ ഉള്ളൂ, AC മാത്രം കൊടുത്താൽ മതി സ്റ്റേറ്ററിലേക്ക്. ഇപ്പോൾ റിലക്റ്റൻസ് മോട്ടറും ഹിസ്റ്ററിസിസ് മോട്ടറും ഏതിൽ അണ്ടറിലാണ് വരിക, സിംഗിളി എക്സൈറ്റഡ്. കാരണം AC മാത്രമേ നമ്മൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഡബിളി എക്സൈറ്റഡ് എന്ന് വെച്ചാൽ നോർമൽ സിങ്ക്രണസ് മോട്ടറാണ്, ACയും കൊടുക്കണം, DCയും കൊടുക്കണം. അത് ആൻസർ തെറ്റാണ്. സിംഗിളി എക്സൈറ്റഡ്, ആകെ AC സപ്ലൈ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ, കൊടുക്കേണ്ട കാര്യമുള്ളൂ. അത് കാരണം റിലക്റ്റൻസ് മോട്ടറും ഹിസ്റ്ററിസിസ് മോട്ടറും ഏതാണ്, സിംഗിളി എക്സൈറ്റഡ് ആണ്. ഓക്കെ, റോട്ടറിലേക്ക് സപ്ലൈ കൊടുക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. നെക്സ്റ്റ്, അൺഎക്സൈറ്റഡ് സിംഗിൾ ഫേസ് സിങ്ക്രണസ് മോട്ടർ ഈസ്. ഈ 4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏതാണ് അൺഎക്സൈറ്റഡ് സിംഗിൾ ഫേസ് സിങ്ക്രണസ് മോട്ടർ? ഏതാണ് 2 മോട്ടോഴ്സ് നമ്മൾ പഠിച്ചതിൽ, ഒന്ന് റിലക്റ്റൻസും പിന്നെ ഹിസ്റ്ററിസിസ്. അപ്പോൾ ഹിസ്റ്ററിസിസ് ഉണ്ടോ എന്ന് നോക്കുക, റിലക്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കുക. AC സീരീസ് മോട്ടർ അൺഎക്സൈറ്റഡ് സിംഗിൾ ഫേസ് സിങ്ക്രണസ് മോട്ടർ അല്ല, സ്പീഡ് വേരി ചെയ്യും. റിപ്പൾഷൻ മോട്ടറും എന്തല്ല, സിങ്ക്രണസ് സ്പീഡിലല്ല കറങ്ങുന്നത്. യൂണിവേഴ്സൽ മോട്ടറും സ്പീഡ് സിങ്ക്രണസിലല്ല കറങ്ങുന്നത്. സിങ്ക്രണസ് കറങ്ങുന്ന ഏതേ ഉള്ളൂ, റിലക്റ്റൻസ് മോട്ടർ. അൺഎക്സൈറ്റഡ് സിംഗിൾ ഫേസ് സിങ്ക്രണസ് മോട്ടറാണ് എന്ത്, റിലക്റ്റൻസ് മോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മോട്ടോർ ഈസ് നോർമലി ഫ്രീ ഫ്രം മെക്കാനിക്കൽ ആൻഡ് മാഗ്നറ്റിക് വൈബ്രേഷൻസ്? ഏത് മോട്ടറിലാണ് മെക്കാനിക്കൽ വൈബ്രേഷൻസും മാഗ്നറ്റിക് വൈബ്രേഷൻസും ഒക്കെ ഇല്ലാതെ ക്വൈറ്റ് ആയിട്ട് ഓപ്പറേഷൻ തരുന്നത്? ഓക്കെ, സൈലൻ്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത് ഏതാ, ഹിസ്റ്ററിസിസ് ലോസ് മോട്ടർ. ഹിസ്റ്ററിസിസ് മോട്ടറാണ്, നമ്മൾ പഠിച്ച ആപ്ലിക്കേഷൻ ആണ് അല്ലേ.
ഹിസ്റ്ററിസിസ് മോട്ടറിലാണ് എന്തുണ്ടാവുക, മെക്കാനിക്കൽ വൈബ്രേഷൻസ് ഉണ്ടാവില്ല, മാഗ്നറ്റിക് വൈബ്രേഷൻസും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ. മെയിനായിട്ട് നമ്മൾ നോക്കിയത് റിപ്പൾഷൻ മോട്ടർ നോക്കി, അതിൽ റിപ്പൾഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടർ നോക്കി, പിന്നെ റിപ്പൾഷൻ ഇൻഡക്ഷൻ മോട്ടർ നോക്കി, സ്റ്റാർട്ടിങ്ങിലും റണ്ണിങ്ങിലും റിപ്പൾഷൻ ഇൻഡക്ഷൻ ഉള്ള മോട്ടോഴ്സ് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം എന്താ അൺഎക്സൈറ്റഡ് സിംഗ്രണസ് മോട്ടറിലെ 2 മോട്ടോഴ്സ്, റിലക്റ്റൻസ് മോട്ടറും അതേപോലെ ഹിസ്റ്ററിസിസ് മോട്ടറും. ഇതിൽ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ചോദിക്കാറുണ്ട്. ഇൻഡക്ഷൻ മോട്ടോഴ്സൊക്കെ മെഷീൻസിൻ്റെ സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് തന്നെ സ്പെഷ്യൽ ആപ്ലിക്കേഷൻസ്, നേരത്തെ പറഞ്ഞ പോലെ ടേപ്പ് റെക്കോർഡിംഗ് ഒക്കെ വരുന്ന രീതിയിലുള്ള സ്പെഷ്യൽ ആപ്ലിക്കേഷൻസിലൊക്കെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് ചോദിക്കുക. ഇനി ഒരു 3-4 മോട്ടറും കൂടെയുണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതോടുകൂടി മെഷീൻസിൻ്റെ സെക്ഷൻ എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്